കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ആത്മാവിനോ എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ അവകാശവുമില്ല, നിൽക്കുവാൻ കഴിയത്തില്ല. ഞാൻ ജീവനോടെ ഇരുന്ന് ദീർഘായുസോടെ ഇരുന്ന് ദിവ്യാരോഗ്യത്തോടെ ഇരുന്ന് ദൈവത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കും. വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയും അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും പറയും, യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം ഇന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ നടക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. നമ്മുടെ നടക്കാൻ പോകുന്ന ആദ്യത്തെ പ്രാർത്ഥന, അത് വെച്ച് ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥന നടക്കുവാൻ ഇനി എത്ര ദിവസം കൂടെ നമ്മുടെ മുമ്പിലുണ്ട്? ആദ്യത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം തുടക്കമാണ്. 7 ദിവസം. ആമേൻ. നമുക്കിനി മഹാത്ഭുതത്തോടെ നടക്കുകയും ആമേൻ. അടുത്ത ആഴ്ച ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് എറണാകുളത്ത് നമുക്ക് കാണാം, അതിനുശേഷം കൊല്ലത്ത് നമുക്ക് കാണാം, അതിനുശേഷം കോട്ടയത്ത് നമുക്ക് കാണാം. അപ്പോൾ കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ ജോലിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ വർഷത്തിൽ ഒന്നൊക്കെയല്ലേ നമുക്കിത് ലഭിക്കുന്നുള്ളൂ. എനിക്ക് ജോലിയാണെന്ന് പറഞ്ഞിരിക്കാതെ വന്ന് പങ്കുചേരുക. കർത്താവ് നമ്മളെ വലിയ കാര്യങ്ങളാൽ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്നവർ നിങ്ങളെ തമ്മിൽ കണ്ടിട്ടില്ല, നിങ്ങളുടെ കാര്യങ്ങൾ അറിയത്തില്ലെങ്കിലും നിങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ വരുമെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണെങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ വരിക. തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ മാനിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്യുവാൻ ഇടയായിത്തീരും. ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് കൂടി വരുവാനും ഒക്കെയും ദൈവം നമ്മളെ എല്ലാവരെയും സഹായിച്ചല്ലോ. ഞാൻ തുടക്കത്തിൽ എപ്പോഴും പറഞ്ഞ പോലെ അവിടെ വന്ന് നിങ്ങൾ ഒരിക്കലും മാറി നിൽക്കൽ. എന്ത് ചെയ്താലും, ഞാൻ പറഞ്ഞല്ലോ, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും കർത്താവിൻ്റെ നാമത്തിൽ അതിന് പ്രതിഫലമുണ്ട്. അപ്പോൾ പ്രതിഫലം കർത്താവ് തരുന്നതാണ്. അപ്പോൾ നമ്മളവിടെ വരാൻ കഴിയുന്നത് ആരും കൈ കെട്ടി നിൽക്കേണ്ട. നിങ്ങൾക്ക് എന്താണോ ചെയ്യുവാൻ കഴിയും, നിങ്ങൾ നല്ലതായിട്ട് തന്നെ കോട്ടയം മീറ്റിങ്ങിൽ തന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ ഹാള് കൂടിയപ്പോൾ നമ്മൾ ഓഡിറ്റോറിയം മാറിയപ്പോൾ എല്ലാവരും വേഗത്തിൽ സഹകരിച്ച് ആ കസേരയൊക്കെ ഇടുവാനും എല്ലാം വേഗത്തിൽ തന്നെ ആരും മാറി നിൽക്കാതെ അത് ഭംഗിയായിട്ടെല്ലാം ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഞാനും ഇവിടെയുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളെയും കർത്താവ് വലിയ ഭംഗിയായിട്ട് തന്നെ ചെയ്യും. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ഇവിടുന്ന് ഞായറാഴ്ച ഇവിടുന്ന് കയറും. എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങളിൽ തന്നെ തിങ്കളാഴ്ച വൈകിട്ടത്തേക്ക് ഞാൻ അവിടെ എത്തുന്ന രീതിയിലാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കർത്താവ് ഭംഗിയായിട്ട് ഈ യാത്രയിലൊക്കെയും, ഈ നീണ്ട യാത്രയിൽ പരിശുദ്ധാത്മാവ് സഹായിക്കും. അതിനൊപ്പം മറ്റു കാര്യങ്ങളൊക്കെയും എല്ലാ കാര്യങ്ങളും ആരോഗ്യമായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളായിക്കോട്ടെ, പരിശുദ്ധാത്മാവ് എല്ലാം അത്ഭുതമായി തന്നെ തീരുവാൻ ഇടയായിത്തീരും. വലിയ സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും. നമുക്ക് ഒരുമിച്ച് കാണാം. ഞാൻ തുടക്കത്തിൽ തന്നെ നമുക്ക് തുടർമാനമായിട്ട് വചനം കേൾക്കാം. അപ്പോൾ വചനത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട ആലോചനകളൊക്കെയും കർത്താവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. നിങ്ങൾ അവിടെ വരുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് വരിക. കർത്താവെ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു വലിയൊരു വഴിത്തിരിവാന്ന് പറഞ്ഞുകൊണ്ട് വേണം അവിടെ നിന്ന് വരാൻ വേണ്ടി. ആ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ വലിയൊരു സാക്ഷ്യമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. എനിക്ക് ഒരു അയക്കപ്പെട്ടൊരു സാക്ഷ്യമാണ്, അജിസ്റ്റർക്ക് അയച്ചു കൊടുത്തൊരു സാക്ഷ്യമാണ്. കണ്ണൂരുള്ള ആ സഹോദരി ഇന്ന് ആൻറ്റി ഈ സാക്ഷ്യം ഇന്ന് അയച്ചു കൊടുത്ത ആൻറ്റി ഇന്ന് പ്രാർത്ഥനയിലുള്ള ആളാണോ? കണ്ണൂരിൽ നിന്ന് അയച്ചു തന്നയാൾ അതോ യൂട്യൂബിൽ കണ്ടതാണോ സൂമിൽ എനിക്കറിയത്തില്ല. ഇന്ന് ആൾ ഇതിൻ്റെ തൊണ്ടോ എന്നെനിക്കറിയത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ ആ സാക്ഷ്യം കേൾപ്പിക്കുകയാണ്. ഉണ്ടെങ്കിൽ ഇതിന് ശേഷം ഇനി നമുക്കറിയത്തില്ല, യൂട്യൂബിലും സൂമിലും കാണുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സാക്ഷ്യം ഒന്ന് കേൾപ്പിക്കാം. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? ആൾ തന്നെയാണോ? സാക്ഷ്യം ഇന്ന് അയച്ചു കൊടുത്ത ആളാണോ? ഞാൻ ആ സാക്ഷ്യം ഒന്ന് ജസ്റ്റ് കേൾപ്പിക്കാം. നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ ആണെങ്കിൽ ഒന്ന് എന്നോട് പറയണം. കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ 20 വർഷമായിട്ട് കന്നഡ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നോ? ഓഡിയോ ക്ലിയർ. അപ്പോൾ ഞാനത് കേൾക്കാം. നിങ്ങൾ കേട്ടോണം സാക്ഷ്യം. ഫേസ്ബുക്കിൽ ലൈവ് കാണുന്നവർക്ക് ഓഡിയോ ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണം. നിങ്ങൾ നോക്കിയോണം. സാക്ഷ്യം ഞാൻ കേൾപ്പിക്കാവേ. കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ 20 വർഷമായിട്ട് കന്നഡ ഉപയോഗിക്കുന്നതായിരുന്നു. നിഖിൽ ബ്രദറിന്റെ പ്രാർത്ഥനയിൽ കൂടിയ ശേഷം
ഇതുവരെ കണ്ണട വെച്ചിട്ടില്ല. കണ്ണട വെക്കാതെ തന്നെ എനിക്ക് നന്നായി ബൈബിൾ വായിക്കുവാനും ഞാൻ വീട്ടിലിരുന്ന് തയ്ക്കുന്നതാണ്, തയ്ക്കാനും തയ്ച്ച് രാത്രിയെ തയ്ക്കുവാനും ഒക്കെ എനിക്ക് പറ്റുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. സാക്ഷ്യവും കൂടിയുണ്ട്. എൻ്റെ മകൻ വയറുവേദനയായിട്ട് ബാംഗ്ലൂരിൽ നിന്നും അവിടുന്ന് മരുന്ന് ഒക്കെ കുടിച്ച് സുഖം, വയറുവേദന മാറിയില്ല. അപ്പോൾ നാട്ടിൽ വന്നു ഇവിടെ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. എന്തോ ഒരു ഗുളിക തന്ന് ഇങ്ങോട്ട് പോന്നു. പിറ്റേന്ന് പിന്നെയും വയറുവേദന, പിന്നെയും ഡോക്ടറെ അടുക്ക പോയി. അപ്പൊ പിന്നെയും ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലാന്ന്. പിന്നെയും വീട്ടിൽ വന്ന് പിന്നെയും ഡോക്ടറെ അടുത്ത് പോയി, വയറുവേദന സുഖമായിട്ട്. അപ്പൊ സ്കാനിങ് ചെയ്തപ്പോ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. അന്ന് ഡിസംബറിലായിരുന്നു അത്. ബ്രദർ അന്ന് ഒരു വയറുവേദന ഉള്ള ആളെ സൗഖ്യമാക്കുന്ന എന്ന് പറഞ്ഞ് ഞാൻ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സാക്ഷ്യവും കൂടെ ഉണ്ട്. എനിക്ക് കാൽമുട്ട് വേദനയായിരുന്നു, ചെറിയ തേയ്മാനമുണ്ടെന്ന് പറഞ്ഞു ഡോക്ടറെ കാണിച്ചിട്ട് ഒരു ദിവസം നിഖിൽ ബ്രദർ കാൽമുട്ട് വേദന സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കാൽമുട്ട് വേദന മാറി. ഇതുവരെ പിന്നെ കാൽമുട്ട് വേദന വന്നിട്ടില്ല. ഇത് പറഞ്ഞത് മൂന്ന് സാക്ഷ്യം പറഞ്ഞത് ഒരാൾ തന്നെയാണ്. അപ്പോൾ ഈ ആൻറ്റി ഇന്ന് സൂമിൽ കൂടുന്ന ആളാണോ അതോ യൂട്യൂബിൽ വന്നാൽ എനിക്ക് അറിയത്തില്ല. എനിക്ക് ജസ്റ്റ് അയച്ചു തന്ന സാക്ഷ്യമാണ്. ആൻറ്റി ഇന്ന് പ്രയത്നത്തിലുള്ള ആളാണോ, കണ്ണൂരുള്ളതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തുവാണേലും ആൻറ്റി പറഞ്ഞ ഒരു കാര്യം ഇതാണ്, 20 വർഷമായിട്ട് ആൻറ്റി കണ്ണാടി ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ കണ്ണാടി വെക്കുക, നിങ്ങൾ ഏത് രോഗാവസ്ഥയിലാണോ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ വിശ്വാസത്തെ എക്സസൈസ് ചെയ്യണം. നമ്മുടെ മുമ്പിൽ നമ്മുടെ ശരീരത്തിലുള്ള രോഗത്തോട് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഞാനെന്ന വ്യക്തിയെ കർത്താവ് നിങ്ങൾക്ക് പറയാൻ ഒരു മുഖാന്തരമായി ഏൽപ്പിച്ചിരിക്കുന്നുള്ളൂ. കാൽവരി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള സകലതും യേശു ക്രിസ്തു വില കൊടുത്തു കഴിഞ്ഞു. ആ വില നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ക്ലെയിം ചെയ്തെടുക്കുവാണ്. വിശ്വാസത്താൽ അത് നിങ്ങൾ സ്വന്തമാക്കുകയാണ്. 20 വർഷമായിട്ട് ആൻറ്റി കണ്ണാടി വെക്കുന്നതാണ്. എനിക്ക് ആ സാക്ഷ്യം കേട്ടപ്പോൾ വലിയ കാര്യം തോന്നിയത്. കാരണം ആ 3 സാക്ഷ്യം പറയുന്ന സമയത്ത് ഒന്ന് നമ്മൾ എല്ലാ ദിവസവും പറയട്ടെ, നിങ്ങൾ കണ്ണയിൽ കൈവച്ചു പറയണം എന്ന് ആൻറ്റി പറഞ്ഞു. 20 വർഷമായിട്ട് കണ്ടിന്യൂസ് കണ്ണാടി വെക്കുന്ന ഒരാൾ കൈയെടുത്ത് വെച്ചു, ആ കണ്ണിലോട്ട് വെച്ചു, യേശുവിൻ്റെ നാമത്തിൽ ആ പ്രാർത്ഥന ഏറ്റെടുത്തു, വിശ്വാസത്താൽ പറഞ്ഞു. ആ പറഞ്ഞത് കേട്ടില്ല, പിന്നെ വായിക്കാൻ ഇതുവരെയായിട്ട് പിന്നെ കണ്ണാടി വെച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, 20 വർഷം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾ ഇപ്പം കണ്ണാടി വെക്കുന്നില്ല. 2 മോൻ്റെ കാര്യം പറഞ്ഞു, വയറ്റിൽ ബുദ്ധിമുട്ടായിട്ട് വന്നു, ബാംഗ്ലൂരിൽ നിന്ന് വന്നു, പല ഡോക്ടർമാരെയും കണ്ടു, മാറ്റമില്ലായിരുന്നു. പക്ഷേ ആ വചനത്തിൻ്റെ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞു ഉദരത്തിൻ്റെ അകത്ത് വലിയ സൗഖ്യം നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രവചന ആലോചന ഏറ്റെടുത്ത് കൈവച്ചു. അപ്പോൾ തന്നെ ആ മകൻ്റെ മേൽ അത്ഭവം നടന്നു. മൂന്നാമതായിട്ട് പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞു തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞു മുട്ടിന്. ആ തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞ ആൾ യേശുവിൻ്റെ നാമത്തിൽ കൈവച്ചു, വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, വേദന. എൻ്റെ അർത്ഥം തേഞ്ഞത് എന്ത് സംഭവിച്ചു? തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞത് ഇപ്പോൾ വേദന അവിടെ ഇല്ലെങ്കിൽ എൻ്റെ അർത്ഥം എന്തുമായിരിക്കും? തേഞ്ഞിട്ട് വേദനയായിരുന്നു. ഇപ്പം എന്താ എൻ്റെ അർത്ഥം? ആമേൻ, പുതിയത് സൃഷ്ടിക്കപ്പെട്ടു. കാരണം തേഞ്ഞത് ദൈവം ഒട്ടിക്കുന്ന പരിപാടി ദൈവത്തിനില്ല, തേഞ്ഞതിനെ മെനുക്കുന്ന പരിപാടി ദൈവത്തിനില്ല. അവൻ പുതിയത് സൃഷ്ടിക്കുന്ന ദൈവമാണ്. അപ്പോൾ കാഴ്ചയിൽ എന്താ സംഭവിച്ചു? 20 വർഷമായിട്ട് കണ്ണാടി വെക്കുന്നയാൾക്ക് 21-ാം വർഷത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? പറ. 20 വർഷം കണ്ണാടി വെക്കുന്നു. അല്ല 20 വർഷമായിട്ട് നോർമലായിട്ട് കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സാധാരണ 21-ാമത്തെ വർഷം എന്താ സംഭവിക്കാൻ പോണത്? 21-ാം വർഷത്തിൽ കണ്ണാടിയുടെ പോയിന്റ് കൂട്ടിക്കൊണ്ട് ഇരിക്കേണ്ടി വരും. ഇതാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ 20 വർഷത്തിന് ശേഷം കണ്ണാടി ഊരി മാറ്റി കണ്ണാടി ഇല്ലാതെ വായിക്കാനും നോക്കാനും പിടിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പവർ ഇനി കൂട്ടണ്ട, യേശു കണ്ണിനെ തൊട്ടിരിക്കും. ഞാൻ വിശ്വസിക്കുന്നു പുതിയ കണ്ണ് അവിടെ സൃഷ്ടിക്കപ്പെട്ട, നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, ആ പുതിയ കണ്ണ് വന്നെങ്കിൽ മാത്രമേ അത് നടക്കാൻ സാധ്യതയുള്ളൂ. കർത്താവ് അത് തേഞ്ഞതിനെ ദൈവം വീണ്ടും ഒട്ടിച്ചു വെക്കുവല്ല, കർത്താവ് പുതിയതിൻ്റെ ദൈവമാണ്. ബൈബിൾ പറയുന്നതുപോലെ അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ് കർത്താവ്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ പോകാം. അപ്പോൾ എനിക്കൊന്ന് യൂട്യൂബിലുള്ള ആൻറ്റിയാന്ന് തോന്നുന്നു അയച്ചു തന്നത്. കാര്യം എനിക്ക് ഡീറ്റെയിൽസ് അറിയത്തില്ലെങ്കിലും ഈ സാക്ഷ്യങ്ങളൊക്കെയും കർത്താവിൽ പിന്നെയും ഒരു ദിവസവും കൂടെ വിശ്വാസത്തിൽ നിങ്ങളോട് സംസാരിക്കുവാനും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുന്നു. എല്ലാവരും മൈക്കുകളെ ഒന്ന് മ്യൂട്ട് ചെയ്താട്ടെ. ദൈവം നമ്മളെ ശക്തീകരിക്കുന്നല്ലോ, ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നല്ലോ. നമുക്ക് വേഗത്തിൽ തന്നെ കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
കർത്താവ് നമ്മളെ ഓരോ ദിവസവും, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എൻ്റെ മിടുക്കോ എൻ്റെ കഴിവോ വല്ലതും ആണെങ്കിൽ നമുക്കൊന്ന് തുടർന്നുകൊണ്ട് പോകാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ നിൽക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് ഇത് ലോകം മുഴുവൻ പടരുന്ന വലിയൊരു ഉണർവിൻ്റെ കാറ്റിൻ്റെ മുമ്പിലാണ് നിങ്ങളും ഞാനും നിൽക്കുന്നത്. ബൈബിളൊരു വാക്യമുണ്ട്, കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവാകേണ്ടത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലത്തെ നിർമ്മിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ നമുക്ക് ഏതു നിമിഷവും വഴിത്തിരിവുകൾക്ക് വിശ്വസിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യാൻ വേണ്ടി പോകുന്ന ഉയർച്ച തന്നെ നമ്മൾ പ്രാപിക്കത്തുള്ളൂ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ കേട്ട വചനചിന്ത, വചനഭാഗമല്ല, വചനചിന്ത എന്തിനെ പറ്റിയുള്ളതെന്ന് ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടോ? ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ എൻ്റെ യേശുവുണ്ട്. ആമേ. നമ്മൾ ഇന്നലെ കേട്ട് ഒരേ ഒരു മധ്യസ്ഥൻ, ഏക മധ്യസ്ഥൻ. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വന്നേക്കാം. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത പ്രാക്ടീസുകൾക്കകത്ത് ബൈബിൾ നിങ്ങൾ പഠിച്ചതുമായിട്ട് ഒത്തിരി വ്യത്യാസം വന്നേക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബൈബിള്, ചിലരിങ്ങനെ ചിന്തിക്കാറുണ്ട്, ബൈബിള് മനുഷ്യനുണ്ടാക്കിയതല്ല, ബൈബിളിന് ദൈവ നിയോഗത്താൽ എഴുതപ്പെട്ടതാണ് ബൈബിൾ. ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ ഒരിക്കലും നമുക്ക് ട്രിഗർ ചെയ്യാൻ പറ്റുന്നൊരു പുസ്തകമല്ല. അതിൻ്റെ അർത്ഥം എനിക്ക് ഒരു വശത്തുനിന്ന് ഒരു വാക്കെടുത്ത് മാറ്റിയാൽ അതിൻ്റെ ഇണ മറ്റെവിടെയോ കിടപ്പുണ്ട്, അത് മാറ്റാൻ നോക്കിയാൽ അതിന് മറ്റൊരു ഇണയുണ്ട്. ബൈബിളിൻ്റെ വചനങ്ങൾ എപ്പോഴും കണക്റ്റഡാണ്, അതിന് മാറ്റമില്ല. അപ്പോൾ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വീണ്ടും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്ന് തന്നെ പിന്നെയും ചിന്തിക്കാം. തിമത്തിയോസിൻ്റെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക്, 1 തിമത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ലീഗ പിന്നെയും നമ്മളോട് സംസാരിക്കുന്ന ചില വചനഭാഗമാണ്. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് വണ്ണം അഭ്യാസം ചെയ്യുവൻ. അപ്പോൾ ഒന്നാമത് നിങ്ങൾ ഈ പൗലോസിൻ്റെ ഒരു ഭാഷ ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്നൊന്നും പൗലോസ് ഒരു ദേഷ്യക്കാരനാണ്. യഥാർത്ഥത്തിൽ പൗലോസ് ദേഷ്യക്കാരനല്ല. പൗലോസ് പല പ്രാക്ടീസുകളെ, ഒരു വ്യക്തി വിശ്വാസത്തിൽ വന്നതിന് ശേഷം ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്നല്ലാത്ത ചില പ്രാക്ടീസുകൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ അതിനെതിരെ പൗലോസ് ലീഗ ഒരു ശകാരം അവരോട് പറയുകയാണ്. ഭക്തിവിരുദ്ധമായ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യത്തിന് വിരോധമായ കിഴവിക്കഥകളെ, കിഴവിക്കഥ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അമ്മൂമ്മ കഥകൾ. നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ, ഈ കേട്ട് കേൾവി വന്നിരിക്കുന്ന, നമ്മൾ തലമുറകളായിട്ട് വന്നിരിക്കുന്ന അന്ധവിശ്വാസം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഭവമാണ്. കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുവിൻ. അപ്പം നമ്മൾ സ്പിരിച്വൽ കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അഭ്യാസം ചെയ്യുക. ശരീരാഭ്യാസം അല്പം പ്രയോജനമത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവനെയും വരുവാനുള്ള ഇരിക്കുന്നവനെയും വാക്തത്വങ്ങൾക്ക് ഉള്ളതിനാകിയാൽ സകലത്തിനും പ്രയോജനമാകുന്നു. അപ്പോൾ ഇവിടെ ശരീരാഭ്യാസം എന്ന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശരീരത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തല്ല, അല്പ പ്രയോജനമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, ഈ നേർച്ചയാണെങ്കിലും കാഴ്ചയാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയമില്ല, പക്ഷെ നമുക്ക് പല തീർത്ഥാടനങ്ങളിലും പോകുവാൻ നമുക്ക് ഭയങ്കര സമയം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി വണ്ടിക്കൂലി മുടക്കാൻ നമ്മൾ റെഡിയാണ്. എത്ര മണിക്കൂറുകളോ എത്ര ദിവസങ്ങളോ നമുക്ക് യാത്ര ചെയ്യുവാൻ, ആഹാരം കഴിച്ചില്ലെങ്കിലും വേണമെങ്കിൽ വ്രതമൊക്കെ എടുത്ത് നമുക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ദൈവവചനത്തിൽ പൗലോസ് പറയാണ്, ശരീരാഭ്യാസം അല്പ പ്രയോജനമേ ഉള്ളൂ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവനെയും വരുവാനിരിക്കുന്നതിനെയും വാക്തത്വമുള്ളതാകിയാൽ സകലതും പ്രയോജനമാകുന്നു. എന്നിട്ട് പറയാണ്, ഇത് വിശ്വാസ്യവും എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യമായത് തന്നെ. എന്നിട്ട് പറയുകയാണ് താഴേക്ക് വരുമ്പോൾ, അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചു പോരാടി വരുന്നു. ശ്രദ്ധിച്ചോണം, ഇത് ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. എന്നിട്ട് പറയുകയാണ് 12-ാം വാക്യത്തിൽ, നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. ശ്രദ്ധിക്കുക, നിന്റെ യൗവനം, നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും നിങ്ങൾ അനേകർക്ക് മാതൃകയായി തീരണം. നോക്കി, അനേകർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? മാതൃകയായി തീരണം. ആമേൻ. അപ്പോൾ ഇവിടെ തുടക്കത്തിലെ പൗലോസ് ലീഗ പറയുകയാണ്, ശരീരാഭ്യാസം അല്പ പ്രയോജനം. അടുത്ത വാക്യത്തിൽ പറയും, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവനെയും, എൻ്റെ അർത്ഥം ഇപ്പം നമ്മൾ ജീവിക്കുന്ന ജീവനെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാക്തത്വമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനമാകുന്നു.
ആമേൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, നമ്മളോട് പറയുകയാണ് അപ്പോസ്തലനായ പൗലോസ് ലീഗ, ഇപ്പോഴത്തെ ജീവൻ. ഞാൻ പലപ്പോഴും നമ്മൾ മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിനെ പറ്റി പറയുന്ന സമയത്ത്, മെറ്റീരിയൽ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൗതികമായ നന്മകൾ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഏറ്റവും ബെസ്റ്റാണ് ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി. നിങ്ങൾ നോക്കിയേ, കാനാവിലെ കല്യാണ ഭവനത്തിൽ ചെല്ലുന്ന സമയത്ത് അവിടെ പറയുന്നൊരു വാക്കുണ്ട്, സാധാരണഗതിയിൽ ഏറ്റവും എന്താ പറയുന്നത്, എളുപ്പമായത് കൊടുത്തിട്ട് പിന്നെ ഏറ്റവും നല്ലത് കൊടുത്തിട്ട് ഏറ്റവും അവസാനമാകുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും അങ്ങനെയല്ലേ, ആദ്യത്തെ പന്തിയിൽ വരുന്നവർക്ക് ഏറ്റവും നല്ലത് കൊടുക്കും. പിന്നെ കുറേ കഴിയുമ്പം എല്ലാത്തിൻ്റെ ലഭ്യത പയ്യെ കുറയുമ്പം അതിൻ്റെ ക്വാണ്ടിറ്റി അല്ല കുറയുന്നത്, യഥാർത്ഥത്തിൽ ആ ഒരു അളവ് പയ്യെ എന്ത് ചെയ്യും? കുറയ്ക്കും. പക്ഷെ കാനാവിലെ കല്യാണ വീട്ടിൽ പറയുന്നൊരു വാക്കുണ്ട്, ആദ്യം സാധാരണഗതിയിൽ ഏറ്റവും നല്ലത് കൊടുത്തിട്ട് ഏറ്റവും ഒടുവിൽ ഏറ്റവും കുറച്ചിങ്ങനെ കൊണ്ടുവരികയാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്, ആദ്യം സാധാരണ കൊടുത്തിട്ട് രണ്ടാമത് വന്നപ്പോൾ ഏറ്റവും മേൽത്തരമായ വീഞ്ഞ് അവർക്ക് കൊടുത്തു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു എന്തെങ്കിലും ചെയ്താൽ ഏറ്റവും ബെസ്റ്റേ കർത്താവ് ചെയ്യത്തുള്ളൂ, ഏറ്റവും ബെസ്റ്റ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് ദൈവം തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബൈബിൾ നോക്കി, ഇപ്പോഴത്തെ ജീവനെയും, എന്നെ തുടക്കത്തിൽ ആ സാക്ഷ്യം കേൾപ്പിക്കാൻ കാരണം, 20 വർഷമായിട്ട് ആൻറ്റി കണ്ണാടി വെക്കുന്നു, ഡോക്ടർ പറഞ്ഞ് മുട്ടിന് തേയ്മാനമുണ്ട്, ഇത്ര 2 രോഗത്തിലിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്ത് ചെയ്യാനാണ്? കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ട് ബൈബിളൊക്കെ എടുത്ത് വല്ലപ്പോഴും വായിച്ച് ഒരു പാട്ടൊക്കെ പാടി അവിടുന്ന് ഏതെങ്കിലും യൂട്യൂബിലോ ടി വിയിലോ ഒക്കെ വല്ലോ വചനവും കേട്ട് കുറച്ചു നേരം കിടന്നിരുന്ന് ഉറങ്ങി മരണം വരെ എന്ത് ചെയ്യാം? നമ്മൾ സാധാരണ പറയത്തില്ലേ, ഇനി എപ്പോഴെങ്കിലും ദൈവം വിളിക്കുമ്പോൾ പോകുവാൻ റെഡി ആയിട്ട് ഇരിക്കാം എന്ന് തീരുമാനിച്ച് സാധാരണ എല്ലാവരും ഇരിക്കുന്ന വിശ്വാസികൾ. പക്ഷേ ആ 20 വർഷം കണ്ണാടി വെച്ചുകൊണ്ടും തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞതിനെ വിട്ടുകൊടുത്തില്ല. ആ വിട്ടുകൊടുക്കാതെ ദൈവഭക്തിയോ, ഇവിടെയാണ് ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ഗോഡ്ലി എന്നൊരു പദമാണ്, അതിന് ആത്മീയമായി അതിനെ കൈകാര്യം ചെയ്യുക. ഇപ്പോഴുള്ള നിങ്ങളുടെ വിഷയത്തെ ആത്മീയമായി, ഇപ്പോഴുള്ള ജീവനെ നോക്കിയാൽ 2 വാക്യം നമ്മൾ നോക്കണം, ഇപ്പോഴുള്ള ജീവനെയും വരുവാനുള്ളതിൻ്റെ വാക്തത്വമുള്ളതാകുക. അപ്പം നമുക്ക് എല്ലാത്തിനും എന്തുണ്ട്? വാക്തത്വം കിടപ്പുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെയും വരുവാനുള്ള കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമായി നമുക്ക് വാക്തത്വമുള്ളതാകയാൽ ഭക്തി വിരുദ്ധമായ, നോക്കിയ ഭക്തി വിരുദ്ധമാണ്, ആത്മീയ വിരുദ്ധമായിട്ടുള്ള കിളവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. നോക്കി, അഭ്യാസം ചെയ്യുക. നിങ്ങൾ ആ പദം ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. നല്ലൊരു മലയാളം എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ മലയാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള അഭ്യാസം ചെയ്യുക എന്നതിൻ്റെ അർത്ഥം എന്തുവാ? അഭ്യാസം ചെയ്യുക, അത് തന്നെ എക്സസൈസ് എന്ന് പറയുന്നത്. എക്സസൈസ് യുവർ സെൽഫ് ടുവേർഡ്സ് ഗോഡ്നെസ്. നിങ്ങൾ അത് എന്ത് ചെയ്യുക? പരിശീലിക്കുക. നിങ്ങൾ അതിനെ പരിശീലിക്കുക. അപ്പം നോക്കിയാൽ നിങ്ങൾ പരിശീലിക്കണം. ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ആൻറ്റി എന്ത് ചെയ്തു? നമ്മളിങ്ങനെ പറഞ്ഞത്, ബ്രദറിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ, യഥാർത്ഥത്തിൽ ബ്രദറിൻ്റെ വചനമല്ല, യേശുവിൻ്റെ വചനം കേട്ടപ്പം, ഞാനെന്ന് പറഞ്ഞല്ലോ, ഞാനെന്ന വ്യക്തി ഒരു മീഡിയ ആയിട്ടൂടെ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ, സൂം പോലത്തെ ഒരു മീഡിയ മാത്രമാണ് ഞാൻ. ആ വചനം കേട്ടപ്പോൾ ആൻറ്റി എന്ത് ചെയ്തു? എക്സസൈസ് ചെയ്തു, പരിശീലിക്കാൻ തുടങ്ങി. ആ കൈയെടുത്തുകൊണ്ട് കണ്ണിന്മേൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? പരിശീലിക്കുകയാണ്. യേശുവേ, എൻ്റെ കണ്ണ് തുറന്നു വരട്ടെ, യേശുവിൻ്റെ തിരുമുറിവിനാൽ എൻ്റെ കണ്ണിന് കാഴ്ച വരട്ടെ, പരിശീലിക്കുകയാണ്. എന്നാലോചിച്ച് നോക്കിയേ, സാധാരണഗതിയിൽ കണ്ണാടി വെച്ച് 21ാമത്തെ വർഷം കണ്ണാടിയുടെ പവറും കൂട്ടി അവിടെ ഏതെങ്കിലും ഒരു പാട്ടൊക്കെ പാടി, സിയോൺ സഞ്ചാരി ഞാൻ, യേശുവിൻ പാത എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ പാടി, ബൈബിളും ഒക്കെ കണ്ണാടി വെച്ചുകൊണ്ട് വായിച്ച്, ആ കാലിലെ മുട്ടുവേനയ്ക്ക് വല്ല കുഴമ്പും ഒക്കെ തൂത്തുകൊണ്ടിരുന്ന്, വല്ലോ വിക്സും ഒക്കെ തൂത്തുകൊണ്ടിരുന്ന്, ആവിയൊക്കെ പിടിച്ച് അവിടെ ഇരിക്കേണ്ട ആള് എക്സസൈസ് ചെയ്യുകയാണ്, ശരീരാധ്വാനമല്ല. അവിടെ നോക്കിയേ, 8ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയേ, അവിടെ ശരീരാഭ്യാസമല്ല ചെയ്യുന്നത്, പിന്നെയോ ദൈവഭക്തിക്കു തക്കവണ്ണം അഭ്യാസം ചെയ്തു. സ്പിരിച്വലി എന്ത് ചെയ്യുകയാണ്? എക്സസൈസ് ചെയ്യുകയാണ്. ഒന്നുകൂടെ നോക്കുക, ശാരീരികമായിട്ടല്ല, ആത്മീയമായിട്ട് അഭ്യാസം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് ലീഗ താഴേക്ക് പറയുകയാണ്, ശരീരാഭ്യാസം അല്പപ്രയോജനമത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവനെയും വരുവാനുള്ളതിൻ്റെയും വാക്തത്വം കിടപ്പുണ്ട് നമുക്ക്. നോക്കിയേ, അപ്പോൾ 2 കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആ വാക്ക് ഞാൻ ഇംഗ്ലീഷ് വായിക്കാം. ഫോർ ബോഡ്ലി എക്സസൈസ് പ്രോഫിറ്റ് എ ലിറ്റിൽ, ബട്ട് ഗോഡ്നെസ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ ഓൾ തിങ്സ്. നോക്കിയേ, അവിടെ കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ ആ ആത്മീയമായിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് എ ലിറ്റിൽ, ആത്മീയമായിട്ടല്ല, നമ്മൾ ബോഡ്ലി എക്സസൈസ്,
ശരീരാഭ്യാസം, ബോഡ്ലി എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുന്നത്? അല്പം മാത്രമേ പ്രോഫിറ്റ് ഉള്ളൂ. അതായത് ഇതെന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, തിമത്യോസിന്റെ ലേഖനം വായിക്കുന്ന സമയത്ത് യഹൂദരായിട്ട് യേശുവിലേക്ക് വന്നിട്ടുള്ള ക്രിസ്തു വിശ്വാസികൾ, അതായത് യഹൂദ മതത്തിൽ നിന്നും യേശുവിലേക്ക് വന്നവർ പറയുകയാണ്, പൗലോസ് പ്രസംഗിക്കുന്ന പോലെ ചുമ്മാ വിശ്വാസം മാത്രം പോരാ, യേശു ചെയ്യുമെന്നും വചനവും പറഞ്ഞുകൊണ്ട് ചുമ്മാ നടന്നാലും നടക്കത്തൊന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യണം? ന്യായപ്രമാണം പറയുന്നത് പോലെ കൽപ്പനകളൊക്കെ അനുസരിക്കണം. എന്നിട്ട് കൊലോസ് ലേഖനത്തിലേക്ക് പറഞ്ഞ പോലെ വാവ്, ശബത്ത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ അനുസരിക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. കൊലോസിനകത്തേക്ക് പറഞ്ഞിട്ട് വാവ്, ശബത്ത്, പെരുന്നാളുകൾ ഇങ്ങനെയുള്ളത് നിങ്ങൾ അനുഷ്ഠിക്കണം എന്ന് എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ശരീര അഭ്യാസത്തെ പഠിപ്പിക്കാൻ പൗലോസ് പറയുകയാണ്, ഇങ്ങനെയുള്ള കിളവിക്കഥകളെ എന്ത് ചെയ്യരുത് നിങ്ങൾ. പിന്നെ കിളവിക്കഥ എന്ന് വെച്ചിരിക്കുന്നത് കൈമാറി വന്നിട്ടുള്ളതിനെ, അതായത് പഴമക്കാർ പിന്നെയും പഠിപ്പിച്ചതിനെ പിന്നെയും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണ്ട? അനുഷ്ഠിക്കാൻ പോകണ്ട. എൻ്റെ അർത്ഥം നിങ്ങളിപ്പം ഈ യഹൂദൻ കാണിക്കുന്നത് പോലെ ശബത്ത് അനുഷ്ഠിക്കണ്ട, യഹൂദൻ ചെയ്യുന്നത് പോലെ കാളയെ അറക്കാൻ വേണ്ടി പോകണ്ട, ആടിനെ മേടിച്ച് അതിൻ്റെ മേൽ പാപത്തെ സമർപ്പിച്ച് പിന്നെ അതിനെ അറക്കാൻ നിൽക്കണ്ട, പഴയ നിയമത്തിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രാക്ടീസ് ചെയ്യുവാൻ വേണ്ടി പോകണ്ട. കൊലോസ്യർ 2:16 ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കുന്നുണ്ട്, കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കി ഇതിലേക്കൊന്ന് മടങ്ങി വരാം. കൊലോസ്യർ 2:16 ഇപ്പോൾ സിസ്റ്റർ ആ വാക്യം അവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ആ വാക്യം കണ്ടപ്പോഴാണ്. കൊലോസി ലേഖനം എവിടെ വാക്യം? 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ നോക്കി. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാള്, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനുള്ളവയുടെ നിഴൽ എത്രയോ, ദേഹം എന്നതോ ക്രിസ്തുവിലുള്ളതത്ര. അതായത് പണ്ടത്തെ കാലത്ത് യഹൂദൻ അത് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ കാരണം വാവ്, അതുകൊണ്ട് പെരുന്നാളുകൾ, വാവ്, ശബത്ത് എന്നീ കാര്യങ്ങളിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനുള്ളതിൻ്റെ നിഴലായിരുന്നു. ആരാണ്? യേശുവിനുള്ള നിഴലായിരുന്നു. ദേഹം എന്നതോ ക്രിസ്തുവിലുള്ളതത്രേ. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുന്ന ജഡമനസ്സിനാൽ വെറുതെ ചീർത്തിരിക്കരുത്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഒരു സ്ഥലത്തുള്ളായിരുന്നപ്പോൾ ഇതെല്ലാം കണക്കൂട്ടി പൗലോസ് പറയുകയാണ്, ശരീരാഭ്യാസം അല്പം പ്രയോജനമത്രേ, ദൈവഭക്തിയോ ഇപ്പോഴുള്ള ജീവനെയും വരുവാനുള്ളതിൻ്റെയും വാക്തത്വങ്ങൾ സകലത്തിനും പ്രയോജനമാകുന്നു. അപ്പം നമുക്ക് ഇപ്പോഴുള്ള കാര്യങ്ങൾക്കും വരുവാനുള്ള കാര്യങ്ങൾക്കും വാക്തത്വങ്ങൾ കടപ്പുണ്ട്. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്യണം, പരിശീലിക്കണം. നിങ്ങൾ ആ വചനം എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പരിശീലിക്കണം. ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, ഞാൻ വചനം വിശ്വസിക്കുന്നുണ്ട് ബ്രദറെ, ഞാൻ എല്ലാ ദിവസവും യൂട്യൂബിൽ ഇതിങ്ങനെ വചനം കേട്ട് ഉറങ്ങാറുണ്ട് ബ്രദറെ. ഇതല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. നിങ്ങൾ എക്സസൈസ് ചെയ്യണം. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഒരാളിപ്പോൾ TV പറയുകയാണ്, ഇന്നതുപോലെ നിങ്ങൾ യോഗ അഭ്യസിക്കുക. അയാളിങ്ങനെ TV-യിൽ ഇങ്ങനെ യൂട്യൂബിൽ യോഗ എങ്ങനെ ചെയ്യാന്നുള്ളത് അയാളിങ്ങനെ പഠിപ്പിക്കുക. നിങ്ങളത് കണ്ടുകൊണ്ടിരുന്ന് ഉറങ്ങിയത് കൊണ്ട് ആ യോഗാഭ്യാസം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങളതിനെ പരിശീലിക്കണം. അപ്പോൾ ബ്രദർ ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങാനുള്ളതല്ല. ആ വചനത്തെ ആ സഹോദരി ചെയ്തതുപോലെ, ഞാൻ സാക്ഷ്യം കേൾപ്പിച്ചെന്നേ ഉള്ളൂ. ആ സഹോദരി ചെയ്തതുപോലെ 20 വർഷമായിട്ട് ഓരോ ദിവസങ്ങളും പിന്നെ ഓരോ വർഷങ്ങളും കണ്ണിൻ്റെ കാഴ്ചകൾ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണിനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, യേശു എൻ്റെ കാഴ്ച ക്രൂശിൽ വഹിച്ചതാണ്, കർത്താവിൻ്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. പിന്നെ രണ്ടാമത് മോൻ്റെ കാര്യം പറഞ്ഞല്ലോ. ബാംഗ്ലൂർ ജോലി ചെയ്ത സമയത്ത് അവനെന്തോ ബുദ്ധിമുട്ടുണ്ടായി, ഉദരത്തിൽ വേദനയുണ്ടായി, മരുന്ന് കഴിച്ചു മാറുന്നില്ല, രണ്ടാമത് കഴിച്ചു മാറുന്നില്ല, പിന്നെയും ഡോക്ടറെ കാണിച്ചു മാറുന്നില്ല, പിന്നെ എന്ത് ചെയ്തു? ഹോസ്പിറ്റലിൽ പോയി മാറുന്നില്ല. അങ്ങനെ തുടർമാനമായിട്ട് മാറ്റമില്ലാതിരിക്കുമ്പോഴാണ് ആ വചനം കേട്ട മോന് വേണ്ടി ഏറ്റെടുത്തു. യേശുവിൻ്റെ മുറിവിനാൽ ഇന്ന് കർത്താവിൻ്റെ അത്ഭുതം. ഞാൻ യോഗ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് യോഗയെപ്പറ്റി പറഞ്ഞാണ്. നാളെ മുതൽ ആരും യോഗ ചെയ്യാൻ പോകണ്ട, ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? വാക്തത്വങ്ങൾ നമുക്ക് വേണ്ടി കിടപ്പുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? പൗലോസ് പറയുകയാണ്, പ്രയോജനപ്പെടുത്തണം. അത് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പ്രയോജനപ്പെടുത്താതെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ശരീരാഭ്യാസം ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇന്ന് തീർത്ഥാടന സ്ഥലത്ത് പോയിട്ട് ഒറ്റ നേർച്ച ഇട്ടാലുണ്ടല്ലോ, തിരിച്ചു വരുമ്പോൾ ഭയങ്കര അത്ഭുതം നടക്കുമെന്ന് പറയും.
ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഒരു വണ്ടി അങ്ങോട്ട് വിളിക്കുന്നു, ആയിരങ്ങൾ മുടക്കുന്നു, വണ്ടിയെ കയറുന്നു, ഇരിക്കാൻ മേലെങ്കിലും നമ്മൾ എങ്ങനെ ഇരുന്നും കിടന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉള്ളതെല്ലാം ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ അവിടെ ചെന്ന ഉടനെ ഭയങ്കര ബുദ്ധിമുട്ട് 6-7 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ പോയി നേർച്ചയിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. നല്ല തെറ്റിദ്ധരിക്കരുത്, ദൈവത്തിൽ നല്ല അത്ഭുതം. ഞാൻ പറഞ്ഞല്ലോ അത് ശരീരാഭ്യാസമാണ്, നിങ്ങൾക്ക് പ്രയോജനമുള്ളതല്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ വീടിൻ്റെ അകത്തിരുന്നു കൊണ്ട് നിങ്ങൾ പരിശീലിക്കണം. എങ്ങനെയാണ് പരിശീലിക്കേണ്ടത്? ശരീരം കൊണ്ടല്ല, ആത്മാവിൽ അതിനെ പരിശോധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, വചന വിരുദ്ധമായിട്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അത്ഭുതം നടന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നല്ല എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുവാൻ. അപ്പോൾ അഭ്യാസം ചെയ്യണം, നിങ്ങൾ എക്സസൈസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എക്സസൈസ് ചെയ്യണം, പരിശീലിപ്പിക്കണം. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വചനത്തെ നിങ്ങൾ എടുത്തുകൊണ്ടൊന്ന് പരിശീലിക്കണം. ആ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് എനിക്കറിയാം ഒട്ടുമുക്കാൽ ആൾക്കാർക്ക് വചനം പറയുവാൻ കഴിയത്തില്ല. പ്രതികൂലങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം പകരം പറ്റുന്ന ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് പോയി ബലപ്പെടണം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വിശ്വാസത്തിൽ തളർന്നിരിക്കുമ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കരുത്, എവിടെയെങ്കിലും പോയി വിശ്വാസത്തിൽ ബലപ്പെടണമെന്ന് പറ. ആമേൻ. പലപ്പോഴും സംഭവിക്കുന്നു, നമ്മൾ വിശ്വാസത്തിൽ മടുത്തിരിക്കുമ്പോൾ തളർന്നിരിക്കുന്ന സമയത്ത് ചിലർ പറയും, ബ്രദർ എനിക്ക് കാര്യമൊക്കെ ശരിയായി, എനിക്ക് എക്സസൈസ് ചെയ്യാൻ പോയിട്ട് പരിശീലിക്കാൻ പോയിട്ട് എനിക്കൊന്ന് കരയാൻ പോലും ബ്രദറെ പറ്റുന്നില്ല, എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മരിച്ചാൽ മതി. ഇങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാവോ? വിശ്വാസം പകരുന്ന, വിശ്വാസം പറയുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന കൂട്ടായ്മയിൽ ഏറ്റവും മുൻപന്തിയിൽ പോയി ദൈവത്തെ ആരാധിച്ചാൽ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ സകല മടുപ്പുകൾക്കകത്തും നിങ്ങൾ ചാർജായി വരാൻ ഇടയായിത്തീരും. എന്നാൽ നല്ല വിശ്വാസം ലഭിക്കുന്ന ആരാധനയ്ക്കേ പോകാവുള്ളൂ. അവിടെ പോയിരുന്നിട്ട് ഇങ്ങോട്ട് വരണ്ടായിരുന്നു, അവിടെ എങ്ങാനും ഇരുന്നാൽ മറിയുന്നു എന്ന പ്രാർത്ഥന സ്ഥലത്തല്ല ഞാൻ ഈ പറയുന്നത്. വിശ്വാസത്തിൽ ബലപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയാവോ? നിങ്ങളുടെ ശരീരാഭ്യാസമല്ല ഇവിടെ വേണ്ടത്, നിങ്ങളുടെ വാക്തത്വങ്ങളെ എന്ത് ചെയ്യണം? അത് ബലപ്പെടുത്തണം. ഇവിടെ വചനം പറയുന്നു, അത് വിശ്വാസവും എല്ലാവർക്കും അംഗീകരിക്കുവാൻ യോഗ്യമായ വചനം. അപ്പോൾ പല ആളുകളും സംഭവിക്കുന്നത്, നല്ലൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഭവനത്തിൽ ഇരിക്കുന്നവർ, നിങ്ങളുടെ പട്ടണത്തിലായിക്കോട്ടെ, ബ്രദറെ ഞാൻ ഇവിടെയൊക്കെ അന്വേഷിച്ച് ബ്രദറെ എനിക്കൊന്ന് നല്ല കൂട്ടായ്മയല്ല, പ്രാർത്ഥിക്കണം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലുള്ള വാക്തത്വങ്ങളെ പ്രയോജനമാക്കുന്ന ഏറ്റവും വലിയ കാതലായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരാളൊരു ജിമ്മിൽ പോയി, ഒരു ജിംനേഷ്യത്തിൽ പോയി, അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ശരീരത്തിൻ്റെ ഏത് ഘടന ആയിക്കോട്ടെ, വലിപ്പമുള്ള ശരീരമായിക്കോട്ടെ, മെലിഞ്ഞ ശരീരമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അയാൾ ആ ജിമ്മിൽ ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ കാഴ്ചകളെയും അവിടുത്തെ ഒരു ട്രെയിനർ, ഇൻസ്ട്രക്ടർ മൊത്തം കാണിച്ചു തരും. അദ്ദേഹം പറഞ്ഞു തരും, ഇന്നത് ചെയ്യ്, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിന്റെ ശരീരത്തിൽ ആ മസിലുകൾ ബിൽഡ് ചെയ്ത് വരും, നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ നിങ്ങൾ അഭ്യാസം ചെയ്യുകയാണ്, പരിശീലിക്കുകയാണ്. അങ്ങനെ പരിശീലിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? പ്രയോജനപ്പെടും. ഇവിടെ വാക്ക് നോക്കിയേ, വാക്തത്വമുള്ളതാകയാൽ സകലത്തിലും പ്രയോജനമാകുന്നു. ബൈബിൾ ഉള്ളത് കൊണ്ടല്ല, ബൈബിളിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? പരിശീലിക്കുകയാണ്. ബൈബിള് നമ്മൾ വചനം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയണം, നമ്മൾ എങ്ങനെ വചനം പറയണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ വിശ്വസിക്കണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളെ പറഞ്ഞത് പഠിപ്പിച്ചിട്ടുണ്ടല്ലേ. ആ പ്രകാരം നിങ്ങളത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ബ്രദർ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കാണാത്തത്? മാറ്റം വചനം പറഞ്ഞിട്ടും, വചനം ഏറ്റുപറഞ്ഞിട്ടും, വചനം വിശ്വസിച്ചിട്ടും, പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എനിക്ക് ആ വിഷയത്തിൻ്റെ അകത്ത് ഒരു അത്ഭുതം കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണം കിടപ്പുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, അതിൻ്റെ പിന്നിൽ ഒരു കാരണം കിടപ്പുണ്ട്. ഒന്ന് ഞാൻ പറയുന്നു, ഏറ്റവും പ്രധാനപ്പെട്ടത് സമർപ്പണമാണ്. ഞാൻ ശ്രദ്ധിച്ചോണം. ഇനി നിങ്ങൾ ഈ വചനം പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആർക്കെങ്കിലും ഒരു സംശയം വന്നേക്കാം, ബ്രദറെ എന്തുകൊണ്ടാണ് എനിക്കിത് മാറ്റം വരാത്തെന്നൊരു സംശയം വന്നാൽ ആദ്യം ശ്രദ്ധിച്ചോണം, സമർപ്പണം.
സമർപ്പണം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തണം. എങ്ങനെയാണ് താഴ്ത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ ബ്രദറിനെ കാണുമ്പം ക്ഷയിക്കാണ്ട് വരുന്നതോ എന്നെ കാണുമ്പോൾ ഒത്തിരി നിങ്ങൾ താഴ്മ കാണിക്കുന്നതല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ആരോടെങ്കിലും എവിടെയെങ്കിലും ഒരു തെറ്റോ ആരോടെങ്കിലും മുഖം ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും നിങ്ങൾ വൈരാഗ്യമുണ്ടെങ്കിൽ, അതിനി അവരോട് പറയാൻ പറ്റിയില്ലെങ്കിൽ, ചിലപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബുദ്ധിമുട്ടാകുമെങ്കിൽ, പറയാൻ സാഹചര്യമില്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വചനത്തിന് വിരുദ്ധമായതിനെ ഒന്നും പിടിച്ചുകൊണ്ടിരിക്കരുത്. വചനത്തിന് വിരുദ്ധമായതിനെല്ലാം നീക്കിയിട്ട് കർത്താവിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ടതിന് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ശരീരാഭ്യാസമല്ല. ഞാൻ പലപ്പോഴും പലരെയും കാണാറുണ്ട്, ചിലരിങ്ങനെ ചിന്തിക്കാറ്, ബ്രദറെ അവരൊക്കെ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് പലരും പ്രാർത്ഥനയിൽ എന്ത് ചെയ്യാറുണ്ട്, മറന്നു പോകാറുണ്ട്, മാറിപ്പോകാറുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നാളെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തു എന്ത് ചെയ്യും? നിങ്ങൾ അങ്ങോട്ട്, ദൈവത്തിനൊരു പ്രത്യേകമുണ്ട്, അവൻ വക്രനോട് വക്രനായി പെരുമാറുകയും നിഷ്കളങ്കനോട് നിഷ്കളങ്കനായിട്ടും പെരുമാറും. ഇത് ദൈവത്തിൻ്റെ ചില സ്വഭാവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന്, നിങ്ങൾ കർത്താവിൻ്റെ വചനം എടുത്ത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അതിനെ പരിശീലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹൃദയത്തിലെ കയ്പ് വെച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണമായിട്ട്, നിങ്ങളിപ്പം നിങ്ങൾ ഈ ജിംനേഷ്യത്തിലൊക്കെ പോകുമ്പോൾ, ജിമ്മിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങൾക്കൊരു എക്സസൈസൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ പറയാറുന്നൊരു കാര്യം നോക്കിയാൽ മതി. അവർ പറയും, നമ്മൾ എന്ത് ചെയ്യണം, ഡയറ്റ് കൺട്രോൾ ചെയ്യണം. നിങ്ങളിവിടെ നിന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ഇത് പരിശീലിക്കുമ്പോൾ, ഈ നിങ്ങൾക്ക് ശരീരത്തിന് ഗുണമല്ലാത്ത ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ ഈ ചെയ്യുന്ന പരിശീലനം നിങ്ങൾക്ക് ഗുണം വരത്തില്ല. നിങ്ങൾ നോക്കിയാൽ മതി. അവർ പറയും, നമ്മൾ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് ഓടി വന്ന് ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്കത് ദോഷമുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ചെയ്യുന്ന കാര്യത്തിന് വിപരീതം എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ദൈവവചനം പറയുമ്പോൾ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള കയ്പുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റണം, ഏറ്റുപറയണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, വചനത്തെ എക്സസൈസ് ചെയ്യണം. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, എക്സസൈസ് ചെയ്യുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൽ ആ റിസൾട്ട് കണ്ടതിന് ശേഷമേ പിന്മാറുകയുള്ളൂ എന്ന തീരുമാനത്തിൽ വേണം വചനം പറയാൻ. ഒന്നുകൂടെ ഞാൻ പറയാം, പലപ്പോഴും രണ്ടാമത് ആൾക്കാർ പറയുന്ന, ഇനി ശ്രദ്ധിച്ചോണം, രണ്ടാമത് ആൾക്കാർ ഈ വചനത്തെ, ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിൽ ഈ ജീവനും വരുവാനുള്ളതിനും നിത്യതയ്ക്കും ഇപ്പോഴുള്ളതിനും വേണ്ടതെല്ലാം കിടപ്പുണ്ട്. ഇനി ഒരു വചനം നിങ്ങൾ ഏറ്റു പറയുമ്പോൾ, ഞാൻ പല ആൾക്കാരുടെയും കൺസെപ്റ്റുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഇതെല്ലാം ശ്രദ്ധിച്ചോണേ. വചനം പറഞ്ഞ് ഏറ്റു പറയുന്നവർ, വിശ്വസിക്കുന്നവർ, നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഫ്യൂച്ചറിൽ ഈ വചനം പറയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കുണ്ടാകും എന്ന് കണ്ടിട്ട് വേണം ഇപ്പോൾ ആരംഭിക്കാൻ. ചിലരിങ്ങനെ പറയാറുണ്ട്, ബ്രദറെ ഞാൻ വിശ്വാസം ഇന്നു മുതൽ വചനം പറയാൻ വേണ്ടി പോവാ ബ്രദറെ, ശരിയായാൽ മതിയായിരുന്നു ബ്രദർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. കണ്ടോ, ശരിയായാൽ മതിയായിരുന്നു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യതകൾ കുറവാണ്. അതെന്താ ബ്രദർ അങ്ങനെ പറയാൻ കാരണം? എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന വാക്തത്വങ്ങൾ, നിങ്ങൾക്കുള്ള വാക്തത്വങ്ങളെയാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പരിശീലിപ്പിച്ച് പുറത്തെടുക്കാൻ വേണ്ടി പോകുന്നത്. പുറത്തുനിന്നുള്ളതൊന്നും അല്ല, നിങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിനെയാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, ആ സഹോദരി കണ്ണൂരിൽ നിന്നാണ് പറഞ്ഞേക്കുന്ന സ്ഥലം, ആ കണ്ണൂരിൽ എവിടെയോ ഇരിക്കുന്ന വീട്ടിൽ ഇരുന്നുകൊണ്ട് ആ സഹോദരി ഞാൻ ചോദിച്ചോട്ടെ, ആ സഹോദരി സൂമിലൂടെ കയറി വന്ന് നമ്മുടെ ആരുടെയെങ്കിലും വീട്ടിൽ വന്നിട്ട് വല്ലതും വചനം പറഞ്ഞിട്ടാണോ ഏറ്റു പറഞ്ഞത്? അല്ല, ആ സഹോദരി ഇരിക്കുന്നോട് തിരുന്നുകൊണ്ട് ആ സഹോദരി എല്ലാ ദിവസവും എനിക്ക് വന്ന് കേൾക്കുന്ന വചനം, അങ്ങനെയാണ് ആ വിശ്വാസം വരത്തുള്ളൂ. അല്ല, എനിക്ക് ഉറപ്പാണ്, കേൾക്കുന്നവർക്ക് വിശ്വാസം ഉള്ളിൽ പ്രവേശിക്കത്തുള്ളൂ. അപ്പം ആ വിശ്വാസത്തെ ആ സഹോദരി എന്ത് ചെയ്ത് പരിശീലിച്ചു. പറഞ്ഞല്ലോ, തയ്യൽ ജോലി ചെയ്യുവാണ്. അപ്പോൾ നമുക്കറിയാം, തയ്യക്കട ജോലി ചെയ്യുന്നവർക്ക് കണ്ണാടി അല്ലെങ്കിൽ കാഴ്ച നിർബന്ധമാണ്. ഒരു സൂചി നൂർക്കാൻ വേണ്ടി തന്നെ നമ്മൾ എന്ത് പാടാപ്പെടുന്നത് അല്ലേ? ഒരു സൂചിയും നൂലും കൂടെ നമ്മൾ എന്തോരം മല്ലയുദ്ധമാണ്. അപ്പം പ്രത്യേകിച്ച് ആ തുണിക്കടയിൽ ജോലി ചെയ്യുന്നവർക്ക് കണ്ണാടി നിർബന്ധമാണ്, അല്ലെ കാഴ്ച നിർബന്ധമാണ്. അതുകൊണ്ട് സഹോദരി എന്ത് ചെയ്തു, ആവശ്യങ്ങളുടെ നടുവിൽ വിശ്വസിച്ചു. അപ്പം നിങ്ങളൊരു വചനം പറയുമ്പോൾ നമ്മുടെ അകത്തോട്ട് വരുന്ന സംശയങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യാൻ പഠിക്കണം. ഉദാഹരണം പറയുക, നിങ്ങളൊരു കാര്യം പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് തന്നെ ആ പറയുന്ന വചനം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാനത് കാണും. ഇത് കാണാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇനി കണ്ടില്ലെങ്കിലോ ഒരു സംശയം.
നിങ്ങൾ ഈ പറയുന്ന വചനം കണ്ടില്ലെങ്കിലോ, അങ്ങനെ കണ്ടില്ലെങ്കിൽ ബൈബിളിൽ പറയണം. ദൈവം പറയുകയാണ്, പറഞ്ഞു നോക്ക്, ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ചിലപ്പോൾ കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എവിടെയെങ്കിലും ബൈബിളിൽ അങ്ങനെ ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞു നോക്ക്, ചിലപ്പോൾ കിട്ടുമായിരിക്കും, അങ്ങനെ വല്ലതും ഉണ്ടോ ബൈബിളിൽ? ഇല്ല. ഇല്ല, അങ്ങനെ ഇല്ല. പറഞ്ഞുകൊണ്ടിരിക്കണം. ആമേൻ. അപ്പൊ നിങ്ങൾ വചനം പറയുമ്പോൾ ഇതാണ് നടക്കുവാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഉദാഹരണം പറയാം. നമ്മളൊരു വീട് പണിയുന്ന സമയത്ത് സിവിൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, ആർക്കിടെക്റ്റ് ആയിക്കോട്ടെ, അവർ നമുക്കൊരു വീട് വരച്ചു തരും. ഒരു വീട് കംപ്ലീറ്റ് മൊത്തവും അതിന് 2 മുറിയുണ്ട്, 4 മുറിയുണ്ട്, ഹോളുണ്ട്, എന്താ പറയുന്നത്, അതിന് കിച്ചണുണ്ട്, അവിടെ വർക്ക് ഏരിയ ഉണ്ട്, അതിന് മുറ്റമുണ്ട്, മതിലുണ്ട്, ഇതെല്ലാം കംപ്ലീറ്റ് വരച്ച് തന്നതിന് ശേഷമാണ് അവിടെ ഒരു മേസ്തിരി വന്ന് പണി ആരംഭിക്കുന്നത്. മേസ്തിരി വന്നിട്ട് പറയുകയാണ്, നമുക്ക് പണിത് നോക്കാം, ചിലപ്പോൾ ഒരു വീടാകുമായിരിക്കും എന്ന് വെച്ചോ അദ്ദേഹം പണിയുന്നത്? ഒന്ന് പറ, അങ്ങനെയാണോ അദ്ദേഹം പണിയുന്നത്? ഒരു മേസ്തിരി പണിയുന്നത് അങ്ങനെയാണോ? അല്ല. മേസ്തിരിക്ക്, ആ വീട് പണിയുന്ന മേസ്തിരിക്ക് മുമ്പേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ വീട് എന്തായി തീരും എന്നൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരു പ്ലാൻ കയ്യിലുണ്ട്. നോക്കിക്കേ, ഒരു പ്ലാൻ കയ്യിലുണ്ട്. ഈ പ്ലാൻ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? പണി തുടങ്ങുന്നത്. അപ്പൊ മേസ്ത്രിയോട് ചോദിക്കുക, മേസ്ത്രിയെ, നമ്മൾ ഈ പണിതുകൊണ്ടിരിക്കുന്ന വീട് ശരിയാകുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉടനെ പോയിട്ട് എന്ത് ചെയ്യും? അദ്ദേഹത്തിന് ആ ഒരു ആർക്കിടെക്റ്റോ കോൺട്രാക്ടറോ വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ബ്ലൂ പ്രിന്റ് എടുത്തുകൊണ്ടിട്ട് പറയും, നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നത് ഇതാണ്, ഇതിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്, ഇത് നടക്കും. നോക്കിയേ, ഇതാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ വചനം പറയണം. അങ്ങനെ വചനം പറയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ അകത്തോട്ട് സംശയം വരും. ഞാൻ പറഞ്ഞല്ലോ, ഒരു വീട് പണിയുന്ന സമയത്ത് നോക്കി നമുക്ക് സംശയം വരാറില്ല, ദൈവമേ പണി തീർന്നാൽ മതിയായിരുന്നു, പണി തീർന്നാൽ മതിയായിരുന്നു, നമ്മുടെ മനസ്സിൽ ഭാരം വരത്തില്ലേ? പക്ഷെ എങ്കിലും നമ്മൾ നാളെയും വീട് പണിയാൻ നിൽക്കത്തില്ലേ? നമ്മൾ മിറ്റിൽ ഇറക്കിയിട്ടില്ലേ? ഞാൻ ചോദിച്ചോട്ടെ, പണിയാൻ ആഗ്രഹം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ മിറ്റിൽ സിമെന്റും ഒക്കെ ഇറക്കി വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തരാം, പണി നടക്കുമെന്ന് തോന്നുന്നില്ല? ഇല്ല, പണി തുടങ്ങുന്നതിന് മുമ്പാണോ, അതോ ഞാൻ ചോദിച്ചോട്ടെ, പണി നിങ്ങൾ പണിതുകൊണ്ടിരിക്കുന്ന സമയത്താണോ ഈ മിറ്റിൽ സിമെന്റ് ഒക്കെ ഇറക്കുന്നത്? പറ, നമ്മൾ എപ്പോഴാണ് ഇറക്കുന്നത്? പണിയുന്നതിന് മുമ്പ്. ഞാനിത് നമുക്കുമായിട്ട് റിലേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന് മുമ്പ് നമ്മൾ ഇറക്കി വെക്കുകയാണ്, നമുക്ക് വിശ്വാസത്താൽ ഇറക്കി വെക്കുകയാണ്. വീട് പണി കംപ്ലീറ്റ്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ലോഡ് കണക്കിന് സിമെന്റുകൾ ഇറക്കുന്നു, ലോഡ് കണക്കിന് മണലും മറ്റുമൊക്കെ എന്ത് ചെയ്യുന്നു? അതെല്ലാം ഇറക്കി വെക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം, അയൽവക്കത്തെ സഹോദരി ചോദിക്കുവാണ്, അതെ നിങ്ങൾ ഈ സിമെന്റും ഒക്കെ ഇറക്കി വെച്ച്, ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ നടക്കാൻ പോവോ? വീട് പണി വല്ലതും നടക്കുവോ? ഉടനെ നിങ്ങൾ എന്നാ പറയാം, നടക്കാൻ വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. കണ്ടോ, നടന്നിട്ടില്ല. അതിന് മുമ്പേ മുൻകൂറായിട്ട് നമ്മൾ ലോഡിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിച്ച്, വാക്തത്വം ലഭിച്ചു എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അത് അഭ്യാസം ചെയ്താൽ നിങ്ങളിൽ അത് സംഭവിച്ചിരിക്കും. ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു വാക്തത്വം. ഇതാണല്ലോ ഏറ്റവും വലിയ പാട്. ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞു. ദൈവം സ്വർഗത്തിൽ നിന്ന് ആ വചനം താഴേക്ക് നിങ്ങളെ തന്നു. സ്വർഗത്തിൽ നിന്ന് സംഭവം വന്നു. ഞാൻ ആ വാക്യം, യെശയ്യാ പ്രവാചകൻ ഇപ്പോൾ സിസ്റ്റർ ആ വാക്യം അയച്ചതുകൊണ്ട് ഞാൻ ആ വാക്യം നിങ്ങൾ ഒന്നുകൂടെ കാണിക്കാം. നമുക്ക് പരിചിതമായ വാക്യമാണ് ആ വാക്യം. യെശയ്യാവ് 55:11 വാക്യം പരിചിതമായ വാക്യമാണ്. അതൊന്നും എടുക്കുക. ഇപ്പോൾ സിസ്റ്റർ ആ വാക്യം കാണിച്ചത് കൊണ്ട്, അയച്ചു തന്നുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക്. നമ്മളെപ്പോഴും പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഒന്ന് നോക്കിക്കേ, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എൻ്റേതായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. നോക്കിയേ, അപ്പൊ സ്വർഗത്തിൽ നിന്ന് സംഭവം എന്ത് ചെയ്തു? വാക്തത്വം പോന്നു. എന്നാ ബ്രദറെ തെളിവ്? സ്വർഗത്തിൽ നിന്ന് എനിക്കുള്ള വാക്തത്വമാണ് തെളിവെന്തുവാ? തിമോഥെയോസ് ലേഖനം പറയുന്നു, വാക്തത്വമുള്ളതാകയാൽ. നോക്കിയേ, ഇപ്പോഴുള്ള ജീവനെയും വരുവാനുള്ള, നോക്കി നിങ്ങൾ ഈ 2 വാക്യം സ്ക്രീനെ നോക്കി, പെട്ടെന്ന് സ്ക്രീനെ നോക്കി, മൊബൈൽ ആയിക്കോട്ടെ ടാബോ എന്തോ ആയിക്കോട്ടെ, നോക്കിയേ, ഇപ്പോഴുള്ള ജീവന്റെയും, നോക്കി, ഇപ്പോഴുള്ള ജീവന്റെയും വരുവാനുള്ളതിൻ്റെയും വാക്തത്വമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. നോക്കിയേ, പ്രയോജനകരമാകുന്നു. ഇത് വിശ്വാസവും എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യനാകുന്നു. ഇതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചുകൊണ്ട് പോരാടി വരുന്നു. നോക്കിയേ,
ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ കിടന്ന് ഓടുന്നത്, മൊത്തവും കാണാൻ വേണ്ടിയാണ് ഓടുന്നത്, അനുഭവിക്കാൻ വേണ്ടിയാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ ലോട്ടറിക്കാരൻ പറയുന്നത് പോലെ നാളെ ഉറപ്പായിട്ടും അടിക്കുമെന്ന് പറയുമ്പം അടിച്ചില്ല നിന്നെ എടുക്കുന്ന പരിപാടിയല്ല. ഇത് നടക്കും. അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ പോരാടുന്നത്. ഈ പോരാടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അതിനുവേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല, അഭ്യാസം ചെയ്യുന്നു, എക്സസൈസ് ചെയ്യുന്നു. ഒന്ന് പ്രാർത്ഥിച്ചു, ഒരു മാറ്റവും കാണുന്നില്ല, പിന്നെയും ബ്രദറെ അതങ്ങ് കൂടുവാണല്ലോ, എന്നാ ചെയ്യും? ഞാൻ പറയുന്നു ഇത് എന്തായാലും നടക്കും. അയ്യോ ബ്രദറെ പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുവാണ്, അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരിക, പ്രാർത്ഥിക്കുമ്പം കൂടുവാന്ന്. പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയുന്നു, നിങ്ങളുടെ വാക്തത്വങ്ങൾക്ക് തീ പിടിപ്പിക്കുക, ഊതി കത്തിക്കുക, വീണ്ടും ഊതി ആളി കത്തട്ടെ അങ്ങോട്ട്. ആ വാക്തത്വം അതാണ് ഫൈറ്റ് ചെയ്യുക, പോരാടുക എന്നൊരു വാക്കോടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളതിനെ പോരാടുകയാണ്, നിങ്ങൾ അതിൻ്റെ മേൽ എന്ത് ചെയ്യുകയാണ്? നിങ്ങൾ അതിനെ ജയമെടുക്കുകയാണ്. നോക്കിയേ, നിങ്ങൾ അതിൻ്റെ മേൽ ദൈവത്താൽ എന്ത് ചെയ്യുകയാണ്? ആ വിഷയത്തിൻ്റെ മേൽ വലിയ കാര്യത്തെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. നോക്കിക്കേ, അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുകയാണ്? ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനം ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങിത്തിരിക്കും. ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ബ്രദറെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ബ്രദറെ ഞാൻ ആ ദിവസങ്ങളിൽ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് എനിക്ക് അറിയാം, ബ്രദറെ ഞാൻ വീണ്ടും പറയുന്നു, ഉറപ്പിക്ക്, നടക്കുമെന്ന് പറ. എന്നിട്ട് ബലം കിട്ടുന്നില്ലെങ്കിൽ, ഞാൻ പറഞ്ഞു വന്നത്, എന്നിട്ടും ബ്രദർ എനിക്ക് ധൈര്യമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസം വർദ്ധിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന കൂട്ടായ്മയിൽ പോയി ഏറ്റവും മുമ്പിൽ പോയി ഏറ്റവും പുറകിൽ പോയാൽ നമുക്ക് ഉറക്കം വരും. അതാ കുഴപ്പം. ഈ പുറകിൽ പോയിരുന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വോളിയം കുറച്ച് കുറഞ്ഞേ വരത്തുള്ളൂ, കുറച്ച് ഫാൻ്റെ കാറ്റ് കുറച്ച് കൂടുതലായിരിക്കും, പുറത്തുനിന്നുള്ള കാറ്റ് കൂടുതലായിരിക്കും, നമുക്ക് ഒത്തിരി ഡിസ്റ്റർബൻസ് വരും, അതും ഇതുമൊക്കെ കാണേണ്ടി വരും. ഏറ്റവും മുമ്പിലാണെങ്കിൽ എന്നെ ഗുണമെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് അങ്ങോട്ട് കൈയടിച്ച് അങ്ങ് ആരാധിച്ചു അങ്ങ് ദൈവത്തെ സ്തുതിച്ച വചനമൊക്കെ അങ്ങ് ചാടി പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാവോ? കുറച്ചും കൂടെ എനർജി, അധ്വാനിക്കാനുള്ള എനർജി, ഒന്നുകൂടെ ഞാൻ പറയാം, അഭ്യാസം ചെയ്യുവാനുള്ള എനർജി. ഇതിന് ഞാൻ ഈ കൂട്ടായ്മ വളരെ പ്രയോജനമുള്ള കാര്യം തന്നെ. നിങ്ങൾ കൂട്ടായ്മയെ തുച്ഛീകരിച്ച് കാണരുത്. നിങ്ങൾ ചിന്തിക്കും, ഞായറാഴ്ച കൂട്ടായ്മയ്ക്ക് പോയില്ല എന്നെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഞായറാഴ്ചത്തെ കൂട്ടായ്മ നിങ്ങളുടെ ചാർജിങ് പോയിന്റ്. നിങ്ങൾ എവിടെയാണോ ചാർജ് ആകുന്നത് വെച്ചാൽ കൂട്ടായ്മയല്ല ചാർജ് ആകുന്നത്. നിങ്ങൾ നല്ലൊരു വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയിൽ പോയാൽ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, നിങ്ങൾ രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്നവരായി തീരും. അറിയാവോ? രാജ്യങ്ങളെ ഞാൻ ഉദാഹരണം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നോക്കി നമുക്ക് ബാക്കി നാളെ കേൾക്കാം വീണ്ടും. ഇവിടെ നിങ്ങൾ പൗലോസ് ലീഗ അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രസംഗിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണെങ്കിൽ ഞാൻ എടുത്തു പറയുകയാണ്, പൗലോസ് ലീഗ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബൈബിളൊരു വാക്യമുണ്ട്, അവന് സൗഖ്യമാകുവാൻ വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് കാലൂന്നി എണീക്കുക എന്ന് പൗലോസ് ലീഗ വിളിച്ചു പറഞ്ഞു. നോക്കിക്കേ, അപ്പോൾ പൗലോസ് ലീഗ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ നിലത്തിരിക്കുമായിരിക്കാം, കസറിലിരിക്കുമായിരിക്കും, എവിടെ ഇരുന്നോട്ടെ, പൗലോസ് പ്രസംഗിക്കുന്നത് കേട്ടപ്പം അവൻ്റെ ഉള്ളിൽ സൗഖ്യമാകുവാനുള്ള വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് പൗലോസ് പറഞ്ഞു, കാലൂന്നി എണീക്ക് സഹോദരാ എന്ന് പറഞ്ഞു. തലേ കൈവച്ചില്ല, റൂമാലിടാൻ വേണ്ടി പോയില്ല, എണ്ണ ബുഷി പ്രാർത്ഥിച്ചില്ല, അവൻ ചാടി എണീറ്റു. നാട്ടുകാർ ഞെട്ടിപ്പോയി. കണ്ടോ, ഇതാണ് കൂട്ടായ്മ. അപ്പോസ്തല പ്രവൃത്തി 14:8 സൗകര്യം. ഞാനൊന്ന് അതുകൂടെ കാണിച്ചിട്ട് എന്നാൽ പ്രാർത്ഥിക്കാം. 14:8 അപ്പോസ്തല പ്രവൃത്തി 14 അധ്യായത്തിൻ്റെ 8 വാക്യം ഒന്ന് കണ്ടേ. ഇതാണ് കൂട്ടായ്മയുടെ ശക്തി. നിങ്ങൾ ഇതിൻ്റെ അകത്തിരുന്ന് ഒന്ന് ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാവേ. ഓക്കെ, നിങ്ങൾ നോക്കി. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ, ഒരിക്കലും നടന്നിട്ടില്ലാത്ത, കാലിന് ശക്തിയില്ലാതെ ഉള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. പൗലോസ് സംസാരിക്കുന്നത് കേട്ടു അവനെ നോക്കിക്കൊണ്ടിരുന്ന പൗലോസ് ഭയങ്കര പ്രസംഗിക്കുമ്പോൾ ഈ പുള്ളി പൗലോസിന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പൗലോസ് ഓർത്ത്, ഇതെന്തു മനുഷ്യൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പൗലോസ് സംസാരിക്കുന്നത് കേട്ട് പൗലോസിനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളാണ് അവിടെ പോയിരുന്നു ഉറങ്ങിയാനെ. പൗലോസ് സംസാരിക്കുന്നത് നമ്മളാണ് ഫ്രണ്ടിൽ പോയിരുന്നു ഇങ്ങനെ കൂർക്കം വലിച്ചു, അതാണ് പുറകിൽ പോയിരിക്കണമെന്ന് പറയുന്നത്. ഒന്ന് ഉറങ്ങുന്നവരൊക്കെ ഒന്ന് ചാടി, കെട്ടിൽ കിടക്കുന്നവരൊക്കെ ഒന്ന് ചാടി എണീറ്റേ, ഇങ്ങനെ ഒന്ന് വചനം കേൾക്കുന്നത് ചാടി എണീറ്റേ, എന്നിട്ടൊന്ന് ശ്രദ്ധിച്ച് നിങ്ങളോടൊരു ആലോചന ഉണ്ടെങ്കിൽ ചാടിപ്പിടിക്കാൻ തയ്യാർ. ഇങ്ങനെ വേണം ആത്മീയ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അലസത കാണിക്കരുത്, ചാടി നിന്നോണം. കർത്താവിന് ഇഷ്ടം ചാടി നിൽക്കുന്നത്. എനിക്ക് ആ തിമായുടെ മകനായ ബർത്തിമായനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം 2 കണ്ണിനും കാഴ്ചയില്ല. എന്നാലും 2 കണ്ണിനും കാഴ്ച. നമുക്കാണ് ഇപ്പം ചെറിയൊരു കൈവേനാണ്, നമ്മൾ പറയും ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോകണില്ല, കൈക്ക് എന്തോ ബുദ്ധിമുട്ടാണ്, പെട്ടെന്നൊരു ക്ഷീണം, ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, പ്രാർത്ഥനയ്ക്ക് പോകും. തിമായുടെ മകനായ ബർത്തിമയ്ക്ക് 2 കണ്ണുമില്ല. വിളിച്ചു പാറുക, ദാവീദ് പുത്രാ എന്നോട് കരുണയുണ്ടാകണമേ.
ശിഷ്യന്മാര് അവന്റെ വാവൊത്തുക, മിണ്ടാതിരിക്കുവാൻ അവനെ ശകാരിച്ചു. അവൻ അവിടെ ഇരുന്നുകൊണ്ട് ചാടി തുള്ളുക. ദാവീദ് പുത്ര, ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ യേശുവിന്റെ അടുക്കലേക്ക് പ്രാർത്ഥിക്കാൻ തിക്കി തിരക്കുമ്പോൾ ഈ തിമായുടെ മകനായ ബർത്തിമായി 2 കണ്ണുമില്ല. വേണമെങ്കിൽ പറയാൻ മേലെ, ഓ എനിക്ക് കർത്താവ് കാഴ്ചയും തന്നില്ല, എനിക്ക് നല്ലൊരു ജീവിതം തന്നില്ല, കുടുംബജീവിതവും ഇല്ല, ഞാൻ ഇങ്ങനെ കിടക്കുക കാഴ്ചയില്ലാത്തവനാണ്. പുള്ളി വിട്ടുകൊടുത്തില്ല. അതാണ് പൗലോസ് പറഞ്ഞില്ലേ, ഫൈറ്റ് ചെയ്യണം. ആ തിമായുടെ മകനായ ബർത്തിമായി എന്ത് ചെയ്തില്ല? അവൻ ചാടി യേശുവിനെ കേൾക്കുന്നത് വരെ. യേശു ഇവന്റെ വിളി കർത്താവ് കേട്ടത് തന്നെയാണ്. പക്ഷെ ഇവൻ എത്ര നേരം വിളിക്കുന്ന കർത്താവ് നോക്കി. കർത്താവിന് മനസ്സിലായി ഈ പുള്ളി സൗഖ്യമാകാതെ ഇവിടുന്ന് പടി വിടത്തില്ല. കർത്താവ് അവിടെ നിന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അവനെ വിളിക്കാൻ പറഞ്ഞു. കണ്ടോ, ഇതേപോലെ തന്നെയാണ് ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ, ഒരിക്കലും നടന്നിട്ടില്ലാത്ത, കാലിന് ശക്തിയില്ലാത്ത മനുഷ്യൻ. ഞാൻ ചോദിച്ചോട്ടെ, ഈ മനുഷ്യനെ ഇന്റർവ്യൂ ചെയ്താൽ അദ്ദേഹം പറയും, ഓ ഞാൻ പ്രാർത്ഥനയ്ക്കൊന്നും വരുന്നില്ല. കാര്യം എന്തുവാ? നടക്കാൻ മേല. നമുക്ക് നടക്കാൻ പറ്റുന്നില്ലേ? നമുക്ക് ബൈക്കില്ലേ, കാറില്ലേ, ബസ്സിൽ പോകാൻ വണ്ടിക്കൂലിയില്ലേ? എന്നിട്ടും നമ്മൾ എന്തോ ഒരു എക്സ്ക്യൂസാണ് പറയുന്നതല്ലേ, ഓ ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോവാൻ. ഇവിടെ ഗർഭം മുതൽ മുടന്തനാ. ആ മനുഷ്യൻ്റെ അവസ്ഥ ആലോചിക്കുക. ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോലും 2 പേര് എടുത്തുകൊണ്ട് പോയിട്ട് വേണം ചിലപ്പോൾ ടോയ്ലറ്റിൽ പോകാൻ. എന്തൊരവസ്ഥയാണ്! 2 പേര് എടുത്തുകൊണ്ട് പോയിട്ട് വേണം അവനെ ടോയ്ലറ്റിൽ പോയിട്ട് അവനെ ക്ലീൻ ചെയ്ത് പിന്നെയും കൊണ്ട് കട്ടിലേക്ക് കടത്തണമായിരിക്കും. ചിലപ്പോൾ അവൻ നിരങ്ങിയായിരിക്കും ജീവിക്കുന്നത്. ഇങ്ങനെ ഒരുത്തനെ പൗലോസ് ശ്ലീഹായുടെ പ്രസംഗത്തിൽ കൊണ്ടുവരുമ്പം പൗലോസ് ശ്ലീഹ സാധാരണ എന്നാ പറയുന്നത്? സഹോദര സാരമില്ലെന്ന്, ഇങ്ങനെയൊക്കെയാ എന്നല്ല. പൗലോസ് തീയാ. പൗലോസ് മുടന്തിനെ നോക്കിയൊന്നുമില്ല. അവനോട് പറഞ്ഞു കാണും, നിന്റെ മുടന്ത് യേശു വഹിച്ചതാ, നിന്റെ രോഗം യേശു വഹിച്ചതാ, നിന്റെ കാലിന്റെ ബലഹീനത യേശു വഹിച്ചതാ. ഇതാ പൗലോസിന്റെ പ്രസംഗം. അതുകൊണ്ടാണ് അവൻ ഈ പൗലോസിനെ നോക്കിക്കോ. കാര്യം നാട്ടുകാരെല്ലാം പറഞ്ഞു ഇവൻ എന്തോ ബുദ്ധിമുട്ടാണ്, പോളിയോടെ കുഴപ്പമാണ്, മറ്റവർ പറഞ്ഞു കാണും ഇവര് പിശാചിന്റെ ബന്ധനമാണ്, ഇവന്റെ കെട്ടാണ്, ഇവന് ഭാണ്ഡമാണ് എന്നൊക്കെ നാട്ടുകാർ പറഞ്ഞു കാണും. പക്ഷെ പൗലോസ് പ്രസംഗിക്കുകയാണ്, നിന്റെ രോഗത്തിന്റെ മേൽ നിനക്ക് ജയമുണ്ട്. യേശു നിന്റെ രോഗത്തിന് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്. നീ നടക്കുവാനുള്ള വില യേശു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ പൗലോസ് പ്രസംഗിക്കുന്നത് കേൾക്കുക. പൗലോസിന്റെ പ്രസംഗം ക്രിസ്തുവാ. അവൻ പൗലോസിനെ ഉറ്റുനോക്കി. കണ്ടോ, ബാക്കി എല്ലാവരും ഇരുന്ന് ഉറങ്ങുമായിരിക്കും. ചിലപ്പോൾ അടുത്തിരിക്കുന്നവർ ചിലപ്പോൾ ഇവനെ കൊണ്ടുവന്നവർ ചിലപ്പോൾ ക്ഷീണിച്ച് ഉറങ്ങുമായിരിക്കും. പക്ഷേ ഇവൻ പൗലോസിനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിക്കുവാൻ അവന് വിശ്വാസമുണ്ടെന്ന് പൗലോസ് കണ്ടിട്ട് പൗലോസ് പറയാ, സഹോദര നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ ഒരു സൗഖ്യം കൊടുക്കണമേ, കർത്താവേ അവനെ വിടുവിക്കണമേ, യേശുവേ അവനോട് കരുണ തോന്നണമേ, കർത്താവേ അവന്റെ രോഗം മാറണമെന്നും പൗലോസ് പറഞ്ഞില്ല. പൗലോസിന് മനസ്സിലായി ഇവന്റെ കെട്ടുന്ന് പൊട്ടാൻ വേണ്ടി പോവുക. പൗലോസ് പറഞ്ഞു, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കൂതിച്ചെഴുന്നേറ്റ്. കണ്ടോ, പൗലോസ് സ്റ്റേജിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, സഹോദര ചാടി അങ്ങ് എണീറ്റോ. തിരിച്ചാ മനുഷ്യൻ എന്നോടാണോ പുറകോട്ട് തിരിഞ്ഞു നോക്കിയത്? നമ്മളാണ് തിരിഞ്ഞു നോക്കി, എന്നോടല്ല വേറെ ആരോണ്ടാണ് പ്രവചനം പറയുന്നത്. പുള്ളി ആ ചാടി പിടിച്ചു പൗലോസ് പറഞ്ഞതിനെ. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. കണ്ടോ, അവൻ കുതിച്ചെഴുന്നേറ്റ് ജന്മനാ മുടന്തനായവൻ കുതിച്ചെഴുന്നേറ്റ് അതിലെല്ലാം നടക്കുക. ഇനി നോക്കിയേ, തിമോഥെയോസിലോട്ടൊന്ന് വന്ന് നോക്കിയേ. പൗലോസ് പറയുകയാണ്, ഇത് പൗലോസ് പറഞ്ഞു നോക്കിയേ, ആശ വെച്ച് അധ്വാനിച്ച് പോരാടി വരികയാണ് ഞങ്ങൾ. കണ്ടോ, ഞങ്ങളുടെ ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ ഇരിക്കുകയല്ല, ഫൈറ്റ് ചെയ്യുകയാണ്, അതിനെ പ്രയോജനപ്പെടുത്തുക. തുടക്കത്തിൽ ഞാൻ സാക്ഷ്യം കേൾപ്പിച്ചില്ലേ, 20 വർഷമായിട്ട് കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി 21ാമത്തെ വർഷം പവർ ഗ്ലാസ് മാറ്റാൻ വേണ്ടി ഇനി പോകുന്നില്ല, കണ്ണാടി എടുത്ത് മാറ്റി വെച്ചിട്ട് ഇപ്പൊ സാക്ഷ്യം പറയുകയാണ്, യേശു എൻ്റെ കണ്ണിനെ തൊട്ടു. കണ്ടോ, എങ്ങനെ കേട്ടത്? ബ്രദർ പറയുന്നത്. ബ്രദർ എന്തോ പറഞ്ഞത് ഒന്ന് പറ. ബ്രദർ എന്തായിരിക്കും പ്രസംഗിച്ചുകൊണ്ടിരുന്നത്? ഒന്ന് പറഞ്ഞേ, നിങ്ങൾ കേൾക്കുന്നവരല്ല. എന്ത് വചനമായിരിക്കും? അത് തന്നെ, വിശ്വാസവചനങ്ങൾ. അതുകൊണ്ടല്ലേ സഹോദരിക്ക് കാഴ്ച ലഭിച്ചത്, അതുകൊണ്ടല്ലേ കാഴ്ച കിട്ടിയത്. എനിക്ക് സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം നിങ്ങൾക്കൊരു വാക്തത്വം ലഭിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരു വ്യക്തി വചനം പറയുവാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് റിസൾട്ട് ഞാൻ കണ്ടിരിക്കും. അയ്യോ ബ്രദറെ നടന്നാൽ മതിയായിരുന്നു, ഇങ്ങനെയുള്ളവർ പറയാൻ പോകരുതേ, കിടന്നുറങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെയുള്ളവർ വചനം പറയരുത്. വചനം ഇപ്പം ഞാൻ പറയില്ലേ, ഈ ജിമ്മിലൊക്കെ നിങ്ങൾ ചേരുന്ന ആൾക്കാർ ചോദിക്കണം, അവിടെ ചെല്ലുമ്പം അവിടുത്തെ ഇൻസ്ട്രക്ടറോട് ചോദിക്കുവാണ്, ഓ ഞാനിവിടെ വരുന്നതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഇങ്ങനെ ഒരു മൈൻഡുമായിട്ട് ഇങ്ങോട്ട് വരരുതേ,
ഈ കാണുന്ന മെഷീൻ മൊത്തം ഉണ്ടല്ലോ, നിങ്ങളുടെ അകത്തിരിക്കുന്ന മസിലുകളെ മൊത്തം പുറത്ത് ചാടിക്കാൻ വേണ്ടിയുള്ള എക്യുപ്മെൻസുകളാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ്. ഇത് കൊണ്ടുവന്ന് നിങ്ങൾ ഉപയോഗിച്ചാൽ, എക്സസൈസ് ചെയ്താൽ, ഇന്ന് വന്ന് നാളെ വീട്ടിൽ പോയി കിടക്കുന്ന പരിപാടിയല്ല, ഇന്നും നാളെയും തുടർമാനമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാകും. ഇത് തന്നെയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് അഭ്യാസം ചെയ്തേ. വചനമൊന്നും എങ്ങനെ അഭ്യാസം ചെയ്യണം? മനസ്സ് കളയരുത്, വിശ്വാസം വിട്ട് മാറരുത്. ഇത് എൻ്റെ ജീവിതത്തിൽ പിന്നെ കാണാതെ എവിടെ പോകാനാ? സ്വർഗത്തിൽ നിന്ന് എന്തായാലും സംഭവം വന്നു. സ്വർഗത്തിൽ നിന്ന് ബൈബിളിൽ പറഞ്ഞു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം. അപ്പോൾ അവിടുന്ന് പുറപ്പെട്ടു. ഇവിടെ പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് വാട്ടർത്തം കിട്ടി. അപ്പൊ അവിടുന്ന് വിടുകയും ചെയ്തു, നിങ്ങളത് സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പം എന്തുകൊണ്ടാണ് കാണാത്തത്? കാണാണ്ട പോലെ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. ഇനി സ്വർഗത്തിൽ നിന്ന് ഒരു വചനവും വരത്തില്ല പ്രിയരെ. സ്വർഗത്തിൽ നിന്ന് ഒരു അത്ഭുതവും വരത്തില്ല. ഇനി നിങ്ങളുടെ അകത്തുനിന്നും അതിനെ അഭ്യാസം ചെയ്ത് പ്രയോജനപ്പെടുത്തുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കുന്നില്ല. എൻ്റെ കൂടെ എന്ന് വിശ്വസിച്ച് ഇത് നിങ്ങളുടെ സമയമാണ് കേട്ടോ. യേശുവിൻ്റെ കർത്താവെ, ഞാനൊരു വീടിൻ്റെ ഒരു മതിൽ, ലെഫ്റ്റ് വശത്തിലെ മതിൽ ഇടിഞ്ഞു കിടക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കും. ലെഫ്റ്റ് വശം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകത്തു നിന്നും ഒരു സഹോദരി പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സഹോദരിയുടെ ഇടത് കൈ ഒന്ന് നീട്ടിപ്പിടിച്ചാൽ നേരെ കാണുന്നത് ഇടിഞ്ഞിരിക്കുന്ന ഒരു മതിലാണ്. അതിങ്ങനെ വിള്ളൽ പോലെ കിടക്കുകയാണ് ആ മതിൽ. യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തെ നോക്കിയിട്ട് കർത്താവിനോട് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്, ഈ ദിവസങ്ങളിൽ ആ മതിൽ നന്നാക്കാൻ പോലും നിങ്ങളെ ലാഭമില്ല. പക്ഷെ കർത്താവ് നിങ്ങളെ ദേശത്ത് നിങ്ങളുടെ ഭവനം നോക്കുന്നവർ പറയാൻ വേണ്ടി പോവാണ്, ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണെന്ന് പറയാൻ വേണ്ടി പോവാണ്. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനം ഒന്ന് ഏറ്റെടുത്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ എന്റെ വീടിന്റെ ലെഫ്റ്റ് സൈഡ്, എന്റെ വീട് ഒരു മിനിറ്റ്, ലെഫ്റ്റ് സൈഡിലുള്ള വീട് ആരെയുള്ള? എന്റെയാണ് ലെഫ്റ്റ് സൈഡിലുള്ള ആ മതിൽ ഇങ്ങനെ ഇടിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന വീടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ഈ ജോർജുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ഏതാണോ അത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനം ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് വലിയൊരു സാക്ഷ്യമാക്കി ഇന്നത് പാർക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി മുഖാന്തരം ദൈവം ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ഒരു സാക്ഷ്യത്തെ കർത്താവ് ചെയ്യും. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സ്വീകരിച്ചോ. കർത്താവ് എന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് സ്വീകരിക്കാൻ വേണ്ടി പോവാണ്. അത്ഭുത സാക്ഷ്യത്തെ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. ഇന്ന് കർത്താവിൻ്റെ പ്രവൃത്തി, ഇന്ന് കർത്താവ് പറയുകയാണ്, ഇന്ന് പ്രത്യേകിച്ച് ഈ ജോർജ് എന്ന് പറയുന്ന ഈ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഒരു വാക്ക് പറയുകയാണ്, ഇന്ന് ആ ദേശക്കാരുടെ നടുവിൽ ആ കുടുംബത്തെ കർത്താവ് ഒരു വെളിച്ചമാക്കി നിർത്താൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറഞ്ഞൊരു വാക്ക് കർത്താവ്, വിത്തിട്ടതിനെ മുളപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. വിത്തിട്ടതിനെ മുളപ്പിക്കുന്ന ദൈവം. ഇന്ന് കേട്ടെ, ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ മുളപ്പിക്കാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പിന്നെയും പ്രാർത്ഥിച്ച്, യേശുവേ നന്ദി കർത്താവി, നന്ദി കർത്താവി, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവി അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. അപ്പോൾ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഇന്നത്തെ ആലോചന കേൾക്കുമ്പം നിങ്ങളോടാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റി സംസാരിച്ചാൽ ഈ സമയത്ത് പ്രാർത്ഥിച്ച എല്ലാവരും എന്നെ കർത്താവ് ഒരു സക്കറിയ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയുടെ, സക്കറിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ അകത്ത് കർത്താവ് സ്കറിയ അങ്ങനത്തെ ഒരു വാക്ക്, സ്കറിയ രണ്ടും കൂടെ ഈ മിന്നിക്കൊണ്ടിരിക്കുക പേരുകൾ തമ്മിൽ, അങ്ങനത്തെ ഒരു കണക്ഷൻ. എന്നാൽ അതിൻ്റെ അകത്ത് തന്നെ ഈ പറയുന്ന വ്യക്തിയുള്ള കുടുംബത്തിൽ തന്നെ ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ഞാൻ ഒരു കണക്ഷനെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. സൂസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഇത് രണ്ടും ഒരു കണക്ഷനാണ്. ആ ഒരു ഭവനത്തെ കർത്താവ് ഇന്ന് ഫോക്കസ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കുടുംബ വീട് ദൈവം എന്നെ കാണിക്കുന്നു. പക്ഷേ ഇന്ന് ആ കുടുംബ വീടിൻ്റെ മുകളിൽ മറ്റൊരു കരവാണ്, അതായത് കുടുംബത്തിൽ അവകാശമല്ലാത്ത മറ്റൊരു വ്യക്തിയുടെ കരവാണ് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ പ്രവൃത്തി എന്ന കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ആ വ്യക്തിയുടെ കുടുംബം ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി എന്നവിടെ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ ഭവനത്തിൻ്റെ മേൽ യേശുവിൻ്റെ അധികാരമുള്ള നിങ്ങളുടെ നന്മയെ അപഹരിച്ചുകൊണ്ട് പോകുവാൻ ഒരു ദുഷ്ടനും കഴിയത്തില്ല. ബൈബിൾ പറയുന്നത് പോലെ ദുഷ്ടൻ്റെ ആശ നശിക്കും, അവൻ പല്ല് കടിച്ചുരുകിപ്പോകും. ദൈവത്താലുള്ള സമൃദ്ധികളെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. ഞാൻ അതോടൊപ്പം തന്നെ
ഞാനൊരു പേപ്പറിൽ ഒരു കുറേ ഇങ്ങനെ ഒരു വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ പോലെ എഴുതി വെച്ചിരിക്കുന്ന അപേക്ഷ ഒരു ഫയലിൻ്റെ അകത്തിരിക്കുന്ന അനിത എന്ന് പേരുള്ള ഒരു വ്യക്തിയുടെ ഒരു പേരിൽ എഴുതിയേക്കുന്ന ഒരു അപേക്ഷയാണ് ഇപ്പോൾ ഒരു ഫയലിൻ്റെ അകത്തിരിക്കുവാണ്. അത് കുറേ ഫയലുകൾക്ക് ഇടയിലിരിക്കുന്ന ഫയലിനെ ദൈവത്താൽ ഒരു ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി പോവാണ്. അത് മുമ്പിലോട്ട് കയറി വരും. അത് വലിയൊരു സാക്ഷ്യമാകാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ അതാരാന്ന് വെച്ചാൽ സൂമിലോ ലൈവിലായിക്കോട്ടെ അതിനെ അങ്ങ് അവകാശം പറഞ്ഞോണം. ഇൻ ദ നെയിം ഓഫ് ജീസസ് അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അധികാരമുള്ള പറഞ്ഞു. ബ്രദറെ, എന്റെ വീട്ടില് ഫയലിന്റെ ഉള്ളിൽ ഒരു അപേക്ഷ ഇരിക്കുന്നുണ്ട്. അനിത എന്നാണ് സിസ്റ്റർ പേര്. എന്റെ പേര് അനിത. ഏറ്റെടുത്ത സിസ്റ്റർ ഇന്നത് വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് തീർക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ നിന്ന് വാതിൽ ചാടി കിടക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു വീടിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞു മുറി. അതിൻ്റെ അകത്തൊരു മുറി എന്ന് പറഞ്ഞാൽ ഒരു തിണ്ണ ഒരു ചെറിയ ഹോളും ഒറ്റ മുറിയും പിന്നെ ഒരു കുഞ്ഞൊരു അടുക്കളയല്ല ഇത് ശരിക്കും പറഞ്ഞാൽ. ആ വീടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ഔട്ട് ഹൗസ് പോലെ ഇരിക്കുന്നതാണ്. പക്ഷെ ആ വീട് ഇരിക്കുന്നതിൻ്റെ അതേ നിരയിൽ തന്നെ ഒരു വീട് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ അകത്തുനിന്ന് ഒരു വ്യക്തി പുറത്തോട്ട് ഇറങ്ങി വന്നാൽ വലത് വശത്താണ് ഇതിരിക്കുന്നത്. ചെറിയൊരു ഔട്ട് ഹൗസ് പോലെ, പക്ഷെ അതൊരു കുഞ്ഞു വീടിൻ്റെ ഒരു സമാനമായിട്ട് ഇതിരിക്കുന്നതാണ്. പക്ഷെ ഒരു കുഞ്ഞൊരു ഔട്ട് ഹൗസ് പോലെയാണ്. അതായത് വീടിൻ്റെ വലതുവശത്താണ് ഇരിക്കുന്നത്. എന്നെ കർത്താവ് എന്നെ കാണിക്കുന്നത് ആ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അവകാശവാദങ്ങൾ കിടപ്പുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവാത്മാവോട് പറഞ്ഞ് ചിലത് ആ കുടുംബത്തിൽ നിന്ന് വിട്ടു മാറാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ഞാൻ ആ കുടുംബത്തെ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി എന്ന കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് അവിടെ തുറക്കുന്നല്ലോ. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ബിജോയ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിജോയുടെ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു പറയുന്നു. ബിജോയുടെ ഭവനത്തെ ദൈവം ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്ന ബിജോയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. സിസ്റ്ററാണ് അത് പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? ഞങ്ങളുടെ ചർച്ചിലെ ഒരു കുട്ടിയാണ്. അവന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്നൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകണം. പ്രത്യേകം അവരോട് പറയണം, വലിയൊരു അത്ഭുതം ദൈവം ചെയ്യാൻ വേണ്ടി പോകണം. ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നോണം. കർത്താവിൻ്റെ സാക്ഷ്യത ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് കേട്ടതുപോലെ തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒന്ന് പ്രയോജനപ്പെടുത്തിക്ക്. വചനം പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അത് കാണണം. അത് കണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് എന്തായാലും സ്വർഗത്തിൽ നിന്ന് സംഭവം പുറപ്പെട്ടു, ഇനി ഇതെൻ്റെ മുമ്പിൽ തുറന്ന് ഞാൻ അനുഭവിക്കാൻ വേണ്ടി പോവുക, അത് ഞാൻ കാണാൻ വേണ്ടി പോവുക. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് സംശയം വരും? നമ്മൾ പരിശീലിക്കാത്തത് കൊണ്ടാണ്. ഒരു ജിമ്മിൽ പോകുന്ന വ്യക്തി ഒരു ദിവസം പോയിട്ട് 10 ദിവസം പെരക്കകത്ത് കയറിയിരുന്നാൽ വേദനയല്ലാതെ പ്രയോജനമില്ല. തുടർമാനമായിട്ട് പോയി കഴിഞ്ഞാൽ അവർ പറയുന്നൊരു റിസൾട്ട് ഉണ്ടാകുന്നുവെങ്കിൽ ഇന്ന് ദൈവവചനം ജഡത്താലുള്ള ശരീരാഭ്യാസമല്ല, ആത്മാവിൽ എന്ത് ചെയ്യണം? അതിനെ പരിശീലിക്കണം. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവെ ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നപ്പ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇന്ന് ഭവനങ്ങളെ കർത്താവ് തൊടുന്നല്ലോ അപ്പോൾ, ഭവനങ്ങളെ കർത്താവ് സ്പർശിക്കുന്നല്ലോ അപ്പോൾ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി. ഞാൻ ജയന്തി എന്ന് പറയുന്ന ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ, ഇന്ന് ഒഫീഷ്യൽ നെയിമാണത്, വിളിപ്പേര് എനിക്കറിയത്തില്ല. ജയന്തി എന്ന് പറയുന്ന ഒരു മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇന്ന് ആരോടുമായിട്ടൊരു കണക്ഷനാണ്. ഇന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവം പ്രത്യേകിച്ച് ഈ ഒരു മകളുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയൊരു സ്പർശനം ഇന്ന് ഉണ്ടാകാൻ വേണ്ടി പോവാണ്. സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആ വ്യക്തിക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ഇന്ന് ആ മകളെ തൊടാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ ഞാനത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ. കർത്താവെ, ഇന്ന് മ്യൂട്ട് മാറ്റിയത് പറയാനല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്തോണേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് റിലീസ് ചെയ്യുന്നപ്പോൾ വലിയൊരു സാക്ഷ്യമാക്കിയ കുടുംബത്തെ കർത്താവ് തീർക്കുന്നല്ലോ. ഇന്ന് കർത്താവ് ഇന്ന് കുടുംബം ഏറ്റെടുക്കുമ്പോൾ ദൈവത്താലുള്ള അനുഭവങ്ങൾ ആ കുടുംബത്തിന് മേൽ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പദ്ധതിക്കായിട്ട് ഞങ്ങൾ വാഴ്ത്തുന്നപ്പോൾ. ഞാൻ മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണുന്നു. ഇപ്പോൾ ഞാനിത് ഒരുമിച്ച് പറയുന്നതിൻ്റെ കാരണം സൂമും ലൈവും എല്ലാം ഒരുമിച്ച് പോകുന്നതാണ്. ഞാൻ എപ്പോഴും നിങ്ങൾ മെൻഷൻ ചെയ്യാറുണ്ട്, ശ്രദ്ധിച്ചിരുന്നോണം. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റോസാപ്പൂ, പ്ലാസ്റ്റിക്കിൻ്റെ പൂവാണ്, അത് റിയൽ അല്ല.
പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പൂ, അത് 3 റോസാപ്പൂ റെഡ് കളറിലെ ഒരു ജാറ് പോലത്തെ ഒന്നിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുക, ഭംഗിയുള്ളൊരു ഒരു ഇതിൽ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഈ ഒരു കാർഡ്, അതായത് എന്തോ ഒരു നമ്പർ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാർഡ്, അതായത് നമ്മൾ പേന കൊണ്ടോ സ്കെച്ച് കൊണ്ടോ എഴുതി വെച്ചേക്കുന്ന ഒരു കറുത്ത കളറിലെ മഷി കൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു കാർഡ് പോലത്തെ എന്തോ ഒരു സംഭവം ആ ഒരു സ്ഥലത്ത് ഇരിപ്പുണ്ട്. ആ ഷെൽഫിലോ എവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ കൂടെ അതിൽ 2 പറയുന്ന ഒരു സംഖ്യ അതിൽ കാണുന്നുണ്ട്. ആ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദൈവപ്രവൃത്തി, അതായത് അതിൻ്റെ എന്തോ അതിൻ്റെ എനിക്കറിയത്തില്ല, ആ ഒരു കാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടേണിങ് ലൈഫിൽ ഉണ്ടാകാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ അതിരിക്കുന്നത് എവിടെയാണോ ആ കുടുംബം ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു സാക്ഷ്യമാണ്. ഈ സമയത്ത് നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്യരുതേ, ഈ സമയത്ത് ആരും കമൻറ്റ് ചെയ്യരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ മാറിപ്പോകണം. യേശുവിൻ്റെ നാമത്തിൽ ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്ന ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പം നന്മ തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാക്ഷ്യം ഇന്ന് ഭവനത്തിലുണ്ടാകട്ടെ. എല്ലാ പ്രതികൂലങ്ങളും നീങ്ങി യേശുവിൻ്റെ സാക്ഷ്യമായി മാറുന്നതിന് നന്ദി പറയുന്നപ്പോൾ ആമേൻ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. എന്തോ നേരത്തെ പറഞ്ഞില്ലേ ഒരു സക്കറിയ എന്ന് പറഞ്ഞ്, എന്റെ പപ്പയാ സക്കറിയ. അത് കൂടാതെ എന്റെ പപ്പയുടെ ചേട്ടന്റെ മോളാ സൂസൻ എന്ന് പറഞ്ഞത്. ഏറ്റെടുത്ത കർത്താവ് ഇന്നത് സ്പർശിക്കാൻ വേണ്ടി പോകട്ടോ. അതെ, അത് കൂടാതെ പിന്നെ വീടിന്റെ അടുക്കള ഭാഗത്ത് നിന്ന് വലത്ത് ഭാഗത്ത് ചെറിയൊരു കൊച്ചു വീട് മാതിരി ഉണ്ട്. ബ്രദർ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, വസ്തുവിന്റെ പ്രശ്നമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. കുറച്ചു മുമ്പ് പറഞ്ഞ ആലോചന സിസ്റ്റർ പറയുന്നത് ആ ഭവന സിസ്റ്ററുടെ ഭവനമാണത്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു സിസ്റ്ററുടെ ഭവനം. ഇന്ന് കർത്താവ് തൊടുവകട്ടോ. ഇന്ന് സകല വിധമാകുന്ന അവകാശവാദങ്ങളും ഇപ്പോൾ തന്നെ കുടുംബം വിട്ട് മാറുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇന്ന് മുതൽ വലിയ വ്യത്യാസങ്ങൾ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. കർത്താവിനെ കാണിക്കുന്ന സന്തോഷ വാർത്ത 2 കേൾക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് അവിടെ അങ്ങ് തുറക്കുന്നില്ലപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കൃപ നിറയുന്നല്ലോ. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ, ഇന്ന് ഞങ്ങൾ പിന്നെയും ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞാനൊരു ഭവനത്തിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു വ്യക്തി വീടിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും അകത്തോട്ടൊരു വ്യക്തി കയറി വന്നാൽ ആ വലത് വശത്തായിട്ടൊരു ആണിയേൽ ഒരു ID കാർഡ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതായിട്ട്, ID കാർഡ് ഇങ്ങനെ വെച്ചാൽ ഒരു കാർഡ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാർഡിൻ്റെ അകത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ആ കാണിക്കുന്ന കാർഡിൻ്റെ ഉടമസ്ഥൻ്റെ ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കുന്ന ആ വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. ആ കാർഡിൻ്റെ ഉടമസ്ഥനെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ കർത്താവിനെ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം ഇങ്ങനെ കാണിച്ചു തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിയാണ് കർത്താവ് ചെയ്യുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കർത്താവിനെ കാണിക്കുന്ന വലിയൊരു പദവിയിലേക്ക് കർത്താവ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാം. വലിയൊരു പദവിയിലേക്ക് ദൈവം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ എസ് എന്നൊരു അക്ഷരമാണ് ഞാൻ അതിൻ്റെ ആദ്യത്തതി കാണുന്നത്. യേശുവിൻ്റെ നാമത്തെ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അതിൻ്റെ മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സാക്ഷ്യത്തെ കർത്താവ് ഉളവാക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ അതൊന്ന് കൈവച്ചു. യേശുവിൻ്റെ നാമത്തിൽ അതൊരിക്കലും അനുഗ്രഹമായി തീരാൻ വേണ്ടി പോകണം. ദോഷമല്ല, അനുഗ്രഹമായി തീരാൻ വേണ്ടി പോവാണ്. ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കാണിക്കുന്നത് ഒരു ഭവനത്തിൻ്റെ മുൻവശത്ത് തന്നെ ഈ കാറിൻ്റെ ഒരു ടയർ ഇങ്ങനെ അഴിച്ചു കിടക്കുക. ഒരു കാറിൻ്റെ ടയർ വീടിൻ്റെ മുൻവശത്ത് തന്നെ നടയോട് ചേർന്ന ഒരു സ്ഥലത്ത് ഈ ടയർ ഇങ്ങനെ അഴിച്ചിട്ടിരിക്കുകയാണ് ആ വീടിൻ്റെ. അതിപ്പോൾ ഉപയോഗിക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത് അഴിച്ച് അവിടെ ഇട്ടിരിക്കുകയാണ് നടയുടെ സൈഡിലായിട്ട്. ആ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ആ ഭവനത്തിന് വേണ്ടി കാണിക്കുന്ന സമയത്തൊരു മുണ്ടെടുത്തൊരു മനുഷ്യൻ ആ ഭവനത്തിൻ്റെ അകത്തോട്ട്, ഒരു വെള്ള മുണ്ടാണ് ഇപ്പോൾ ഞാൻ കാണുമ്പോൾ പറയുന്നത്, വെള്ള മുണ്ടും ഒരു വൈറ്റ്
വൈറ്റ് കളറിലെ സ്ട്രൈപ്സ് ഉള്ള ചെക്ക് കളറിലെ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട്, വൈറ്റ് ചെക്ക് കളറിലെ ഷർട്ട് ഇട്ടുകൊണ്ട് ഈ മനുഷ്യനകത്തോട്ട് കയറുന്നതും പുറത്തേക്ക് വരുന്നതുമായിട്ട് കാണുന്നു. ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, ഒത്തിരി സാമ്പത്തിക കുരുക്കുകൾ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തിയാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ വ്യക്തിയെ തൊടുമ്പോൾ തന്നെ ആ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിൻ്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വരാൻ വേണ്ടി പോവാണ്. പ്രത്യേകിച്ച് ആ തലമുറകളുടെ ഭാവിയെ പോലും അടച്ചു കളഞ്ഞൊരു വിഷയമാണ്. ഇന്ന് ആ കുരുക്കുകളെ കർത്താവ് അഴിക്കുന്നത്. ആരാന്ന് വെച്ചാൽ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആ ഭവനം യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ പ്രവൃത്തി ഇന്ന് വെളിപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വലിയൊരു സാക്ഷ്യത്തെ കർത്താവ് ഇന്ന് അവിടെ ഉളവാക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളത് റിലീസ് ചെയ്യുന്നപ്പോൾ അത് റിലീസ് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ, ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഇങ്ങനെ സാക്ഷ്യമാക്കി മാറ്റി നന്ദി പറയുന്നപ്പോൾ എല്ലാവരും മൈക്ക് ഇപ്പം മ്യൂട്ട് ചെയ്ത്, ഈ സമയത്ത് മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്ത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആലോചന വെളിപ്പെടുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം. ഈ സമയത്ത് മൈക്ക് മ്യൂട്ട് മാറ്റി നിങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അടയാളം ഫുള്ള് കേൾക്കാമെങ്കിൽ മാത്രമേ നിങ്ങളത് ഏറ്റെടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞു നമ്മൾ ഒരു വശം മാത്രമല്ല, അത് മുഴുവൻ കേൾക്കണം. നിങ്ങൾ തന്നെയാണ് കർത്താവ് ഇടപെടുന്നെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം, ഇപ്പോൾ സൗകര്യം പറഞ്ഞതുപോലെ മാത്രം നിങ്ങൾ ഏറ്റെടുത്താൽ മതി. കർത്താവ് അതിൻ്റെ മേൽ സാക്ഷ്യമാക്കാൻ വേണ്ടി. ബാക്കി എല്ലാവരും മൈക്കും ഈ ഓപ്പണായി വെച്ചേക്കുന്ന എല്ലാ മൈക്കും മ്യൂട്ട് ചെയ്ത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് പറഞ്ഞു. വലതുവശത്തുള്ള മുറിയിലാണോ ആണിമേ കൊളുത്തിയിട്ടുള്ള ടാഗ്? അതെന്തിൻ്റെ ടാഗ്? എന്തിൻ്റെ അത്? അതൊരു ഒരു ഫേമിന്റെ ID കാർഡാണ്. ഏതിൻ്റെയാ? ഒരു ഫേമിന്റെ ID കാർഡാണ്. അതൊന്ന് കൈവച്ച് ബ്രദറെ പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അത് സാക്ഷ്യമാക്കാൻ വേണ്ടി പോവുക കേട്ടോ. വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് തീർക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നു. അപ്പം നമുക്കറിയാത്ത നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രെയിനിങ് ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല. ഏത് വഴിത്തിരിവിലൂടെയാണ് നമുക്ക് വരുന്നതെന്ന് പറയാൻ കഴിയത്തില്ല. കർത്താവ് ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. അപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ മറ്റൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഇപ്പം ആ വ്യക്തി ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും 5 കിലോമീറ്റർ മാറി ഒരു സ്ഥലത്തൊരു പ്രോപ്പർട്ടി മേടിച്ചിട്ടേക്കുവാണ്. ആ പ്രോപ്പർട്ടിക്കകത്ത് വീടോ ഒന്നുമില്ല, ഒരു ഗേറ്റ് മാത്രമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. വേറെ അതിനകത്തൊന്നും പണിതിട്ടില്ല, വീട് വെച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആ പ്രോപ്പർട്ടി നിമിത്തം ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നു, ഒത്തിരി ഭാരപ്പെടുന്നു. ഇപ്പോൾ അത് മേടിച്ചതോർത്ത് ദുഃഖിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അതിൻ്റെ മുമ്പിൽ അതിൻ്റെ മേൽ ആ വസ്തു നിമിത്തം കയറിക്കൂടിയ സകല ഭാരഭയങ്ങളും ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നന്മ, ദൈവം തന്ന സമാധാനം അനുഭവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു സ്വസ്ഥതയും ഇല്ലാതെ വണ്ണം ഭാരപ്പെടുന്നൊരവസ്ഥയാണ്. ഇന്ന് അതിൻ്റെ മേൽ ജയത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ അത് പ്രയോജനപ്പെടട്ടെ, അത് അനുഗ്രഹമായി തീരട്ടെ. എല്ലാ പ്രതിസന്ധികളും ഇതോടെ അവസാനിക്കട്ടെ. എല്ലാ അസമാധാനവും പറയാൻ വേണ്ടിയാണ് എക്സ്ട്രാ മ്യൂട്ട് മാറ്റിയത്. അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യണേ, പറയാൻ വേണ്ടി അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ മ്യൂട്ട് മാറ്റില്ലേ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കാറിന്റെ ടയർ സിറ്റ് ഔട്ടില് ഇവിടെ എന്റെ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ ഊരി വെച്ചിട്ടുണ്ട്. എന്റെ മോനാണ് വെള്ളം മുണ്ടും ഷർട്ടിട്ട് ഇന്നലെ ഒരു കല്യാണത്തിന് പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങി വന്ന ആ മോനാണത്. എന്ന് അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ആ വ്യക്തി മുഖാന്തരം ചില കുരുക്കുകളെ പിശാചിടാൻ നോക്കിയത്, പക്ഷേ ആ വ്യക്തിയെ കർത്താവ് തൊട്ട് ആ കുടുംബത്തിൻ്റെ അകത്ത് തന്നെ ദൈവം ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകട്ടോ. യേശുവിന് അവനെ മുഖാന്തരം ദൈവം ഒരു അത്ഭുതമാക്കണം. കാരണം കർത്താവിനെ ഈ അടയാളം കർത്താവിനെ കാണിച്ച സിറ്റോക്കിന് മുമ്പിൽ ഇങ്ങനെ ടയർ കിടക്കുന്ന കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്. അത് ഓടുന്നതാണോ ഓടാത്തോ എനിക്ക് അറിയത്തില്ല, പക്ഷേ ഒരു അടയാളം കർത്താവിനെ കാണിച്ചതാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഈ ദിവസങ്ങളിൽ ഭാരപ്പെടരുത്. പ്രത്യേകിച്ച് ആ വസ്തു നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി പോവാണ്. നഷ്ടമല്ല, നന്മയാകാൻ വേണ്ടി പോവാണ്. അത് കൈവിട്ട് കളയരുത്. പിശാച് അത് കളയാൻ വേണ്ടിയും വലിയ കടം, വലിയൊരു പരാജയത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കുവാണ്. പക്ഷേ ഇന്ന് മുതലത് പറഞ്ഞോണം. എന്നെ കേൾക്കുന്ന വ്യക്തി ആ സ്ഥലത്ത് കഴിയുമെങ്കിൽ പിറ്റേ ദിവസം തന്നെ പോയി അത് പ്രാർത്ഥിച്ചോണം. എനിക്കിത് നന്മയായി മാറുമെന്ന് പറഞ്ഞോണം. ദൈവം അത് അത്ഭുതമാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ കൃപ ഇന്ന് അവിടെ നിറയുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് പറഞ്ഞു.
പറഞ്ഞില്ല ഹലോ ഇത് വീടിന്റെ ഒരു മിനിറ്റ് വെളിയിലോട്ടിറങ്ങും. ഹലോ, പറഞ്ഞോ വീടിന്റെ വെളിയിലോട്ട് ഹലോ ഇറങ്ങുമ്പോ ഇപ്പുറത്ത് പറഞ്ഞോ മതില് പറഞ്ഞോ ഹലോ ബ്രദറെ, ആ ബ്രദർ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ആ അപ്പൊ ഒരു വീട് വെക്കാനായിട്ട് 3 സെന്റ് സ്ഥലം ഒരാൾ ഫ്രീ ആയിട്ട്, ഞാൻ വീടില്ലാത്ത ഒരാളാണ്. അപ്പൊ വീട് ഉം. വെക്കണം, 3 സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് തന്നു കിടക്കണം. അപ്പൊ അതിങ്ങനെ കാട് കയറി കിടക്കാനോ വീട് വെക്കാനോ അവന് സഹായിക്കാനോ ആരും ഇല്ലാണ്ട് ഇങ്ങനെ ഉം. വീടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരാളാണ് ഞാൻ. ഈ പറഞ്ഞ സ്ഥലം അപ്പൊ ഇതുപോലെ അത് ഉണ്ടെങ്കിൽ സിസ്റ്റർ അതിങ്ങനെ ഒരു കുറച്ച് സ്ഥലം ഇങ്ങനെ ആൾക്കാർക്ക് 3-4 സെന്റ് വീതം എല്ലാവർക്കും കൊടുത്തേനെ വീട് വെക്കാനായിട്ട്. ആരും വീട് വെച്ചിട്ടില്ലാണ്ട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലം. എന്താ അപ്പൊ അതിനു ഒരു വേണ്ടി 3 സെന്റ് പറഞ്ഞു ഒരു പറഞ്ഞു 3 സെന്റ് സ്ഥലം ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് വീട് വെക്കാനുണ്ട്. പക്ഷെ ആരും മെച്ച് ആരും അതിനകത്ത് വീട് വെച്ചിട്ടില്ല. ഇങ്ങനെ എല്ലാവർക്കും നഷ്ടമാണത്. അങ്ങനെ വെറുതെ കിടക്കുക പറയുമ്പോ ആർക്കും വീട് വെക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുത്തേക്കണയാണ് വീട് വെക്കാനായിട്ട്. നാളെ തന്നെ സിസ്റ്റർ അവിടെ പോയിട്ട് ഇപ്പം പറഞ്ഞതുപോലെ ഈ സ്ഥലം എനിക്ക് പ്രയോജനമായി തീരുമെന്ന് പറഞ്ഞാൽ മതി. അത് നഷ്ടമല്ല എന്ന് കേട്ടതുപോലെ അത് നഷ്ടപ്പെട്ടു പോകത്തില്ല. അവിടെ തന്നെ ആർക്കും ലഭിക്കാത്തത് ദൈവമൊക്കെ ലഭിക്കും. വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് അവിടെ തീർക്കുന്ന പറഞ്ഞു കേട്ടോ. അത് ഏറ്റെടുത്തോണം, ആലോചന ഏറ്റെടുത്തോണം. ദൈവം വിശ്വസ്തനാണ്. നമുക്ക് വേണ്ടിയുള്ള സാമ്പത്തിക വഴികളെ കർത്താവ് അവിടെ തുറന്നിരിക്കും കേട്ടോ. യേശുവെ നന്ദി കർത്താവെ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പാ. വൻ കാര്യങ്ങളെ കർത്താവ് അങ്ങ് ചെയ്യുന്നല്ലോപ്പാ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവെ ഞാനൊരു ആധാരത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ചാക്കോ എന്ന് പറയുന്നൊരു വ്യക്തി എഴുതപ്പെട്ട ഒരാധാരത്തെ ഞാൻ കാണുന്നു. ഈ പറയുന്ന ആധാരത്തിൻ്റെ അകത്ത് 3 വ്യക്തികളുടെ മേലുള്ള അവകാശങ്ങളെ ഈ ചാക്കോ എന്ന് പറയുന്ന വ്യക്തി എഴുതിയിരിക്കുന്ന ആധാരത്തിൽ 3 വ്യക്തികളുടെ മേലുള്ള അവകാശങ്ങളെ കർത്താവ് എന്നെ കാണിക്കുന്നു. പക്ഷേ ഈ എഴുതപ്പെട്ട കാലഘട്ടവും എഴുതപ്പെട്ടിരിക്കുന്ന 3 വ്യക്തികളും തമ്മിൽ പരസ്പരം എന്താ പറയുന്നത്, അവർ തമ്മിൽ കലഹിപ്പിക്കുവാൻ നോക്കുന്ന, അല്ലെങ്കിൽ ഐക്യത കൊടുക്കാതിരിക്കുവാൻ നോക്കുന്ന, ആ മണ്ണിനോട് മുമ്പിൽ കടന്ന് ഈ മണ്ണുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളെയും കൊണ്ടുവരുവാൻ വേണ്ടി നോക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് എന്ന് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. പ്രത്യേകിച്ച് ഈ ഒരു വസ്തുവിൻ്റെ മേൽ, ഉടമസ്ഥ അവകാശത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ പിശാച് നിനക്ക് അവകാശമില്ല, കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അത് വിട്ടുമാറട്ടെ. ഇപ്പോൾ തന്നെ സകല അവകാശങ്ങളും വിട്ടുമാറട്ടെ. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ അത്ഭുത സാക്ഷ്യമായ കുടുംബം തീരട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്ന കലഹത്തിൻ്റെ സകല ദുരാത്മാക്കളും ഇന്ന് കുടുംബം വിട്ട് അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുന്നില്ല അപ്പോൾ, വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നില്ല അപ്പോൾ. കുടുംബത്തിൽ ഇന്ന് സകല കലഹവും മാറി വലിയ ദിവ്യ സമാധാനം കുടുംബത്തിൻ്റെ മേലുണ്ടാകട്ടെ. ഞങ്ങൾ ആ ഭവനത്തെ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ഇന്ന് കർത്താവ് പറയുന്നത് പ്രയോജനപ്പെടാൻ വേണ്ടി പോവാണ്, അത് സമാധാനത്തെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ അവകാശവാദങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാണ്. കർത്താവിൻ്റെ നാമത്തിൽ ദൈവത്താലുള്ള ഒരു അനുഭവവും സാക്ഷ്യവും ഈ ഒരു ദിവസങ്ങളിൽ സംഭവിക്കാൻ വേണ്ടി പോവാണ്. വരുന്ന ചില നിമിഷങ്ങൾ, ദിവസങ്ങൾ നിങ്ങൾ ഏറ്റു പറഞ്ഞോണം. കർത്താവ് അത് നിവർത്തിക്കുവാൻ ശക്തനാണ്. ദൈവം അതിൻ്റെ മേൽ അത്ഭുതം ചെയ്യും. ബാക്കി എല്ലാവരും ഇത് പറയാനുണ്ടെങ്കിൽ മാത്രം മ്യൂട്ട് മാറ്റിയാൽ മതി. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ മൈക്ക് മ്യൂട്ട് ചെയ്ത് എല്ലാവരും അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇടപെടുന്നെങ്കിൽ മാത്രം നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്താൽ മൈക്ക് ഓണാക്കിയാൽ മതി. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്യുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന് പറയാനാണോ സിസ്റ്റർ ഈ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? പറയാനല്ലെങ്കിൽ പറയാൻ വേണ്ടിയാണോ? ക്ലിയർ അല്ല. പറയാനല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പിന്നെയും പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിൻ്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നത്, വലിയ പ്രവൃത്തിയാൽ കർത്താവ് എന്ന് നടക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ വചനം പറയുന്നത് പോലെ, ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഗ്രേസി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രേസി എന്ന് പറയുന്ന വ്യക്തി ഒരു കണ്ണാടി ഇങ്ങനെ കഴുത്തെ തൂക്കിയിടുന്ന ടൈപ്പ്, കണ്ണാടി ഇങ്ങനെ ബോക്സിൽ വെക്കുന്നതല്ല, കഴുത്തേൽ ഇങ്ങനെ തൂക്കിയിടുന്ന ടൈപ്പ് ഒരു കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മൂത്ത മോളെ കർത്താവ് തൊടുന്നതായിട്ട് തന്നെ കർത്താവ് പറയുന്നു. ആ മൂത്ത മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മൂത്ത മോളുടെ കൂടെ ഒരാൺ പൈതൽ നിൽക്കുന്നതായിട്ട് കർത്താവ് എന്നോട് കാണിക്കുന്നു. യേശുവിൻ്റെ ഈ 3 പേരെയും ബന്ധപ്പെടുത്തി ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ 3 പേരുമായിട്ട് കണക്റ്റ് ചെയ്ത് കർത്താവിൻ്റെ ഒരു പ്രവൃത്തി, ഗ്രേസി എന്ന് പറയുന്ന ഈ ഒരു മാതാവിനെയും
ഈ മൂത്ത മോളെയും ഈ ചെറിയ മകനെയും കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ 3 പേരുടെ മേലും കർത്താവിൻ്റെ ഒരു വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് അയക്കുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ സാക്ഷ്യമായിട്ട് ആ ഭവനം മാറാൻ വേണ്ടി പോണ തലമുറകൾ ദൈവത്താൽ ഇന്ന് ഏതാണോ പിശാച് നീട്ട തന്ത്രം അത് മുഴുവനും ദൈവത്താൽ ഇന്നത് മാറുകയാണ്. ദൈവത്താൽ അത് സാക്ഷ്യമാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവെ, ഞങ്ങളുടെ ബുദ്ധിക്കപ്പുറമായ കാര്യങ്ങളെ ഞങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. ബുദ്ധിക്കപ്പുറമായ കാര്യങ്ങളെ ഞങ്ങൾ അനുഭവിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ നന്മ തുറക്കട്ടെ. ആ ഭവനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പോൾ ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാകുന്നതിന് നന്ദി പറയുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് നമ്മൾ രോഗികളായി ഭാരപ്പെടുന്നവർക്ക്, എനിക്കറിയാം സമയം വേഗത്തിൽ അങ്ങ് ഓടിപ്പോയി, രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗമുള്ള ഭാഗത്ത് കൈവച്ച് തുടക്കത്തിൽ കേട്ടതുപോലെ തന്നെ ആ സാക്ഷ്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വിശ്വസ്തൻ. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർ പറഞ്ഞ്, എൻ്റെ യേശു വിശ്വസ്തനാ, എൻ്റെ കർത്താവ് വാക്കുമാറാത്തവനാ, എൻ്റെ ദൈവം അത്ഭുത മന്ത്രിയാ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാ, എൻ്റെ കർത്താവ് എന്നെ കാണുന്ന ദൈവമാ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയ പ്രവർത്തികൾ ചെയ്യുമെന്ന് ഞാൻ കാണുമപ്പാ. എൻ്റെ യേശു, ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ രോഗത്തെ യേശു ക്രൂശിൽ വഹിച്ചതാ, രോഗബന്ധനങ്ങളെ യേശു ക്രൂശിൽ മാറ്റിയതാ. കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും ഞങ്ങൾക്ക് വന്നിരിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കൈവച്ച് അവിടെ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് ഇപ്പോൾ ആ വേദനകൾ നിങ്ങളെ വിട്ട് മാറുക. ഇപ്പോൾ ആ വേദനയുള്ള ഭാഗത്തു നിന്ന് വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ മാറുക. രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറുക. പറഞ്ഞു എൻ്റെ കൂട്ടത്തിൽ, യേശുവിൻ്റെ രോഗം വഹിച്ചത്, യേശുവിൻ്റെ രോഗം അനുഭവിച്ചതാ, യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കും. നന്ദി പിതാവേ. ഇപ്പോൾ തന്നെ ക്യാൻസർ ആയിക്കോട്ടെ, ട്യൂമർ ആയിക്കോട്ടെ, അസ്ഥിവേദന ആയിക്കോട്ടെ, ഞരമ്പ് വേദന ആയിക്കോട്ടെ, തലയ്ക്കകത്തോ കൈക്കകത്തോ ഏത് ഭാഗത്തോ എവിടെ ആയിക്കോട്ടെ വേദനകൾ, രോഗങ്ങൾ ഇരിക്കുന്നത്, ഇപ്പോൾ യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നു. ഇപ്പോൾ അത് വിട്ടുമാറുകയാണ്. അത്ഭുതം നടക്കുകയാണ്. നടക്കാത്തവർ നടക്കും, കേൾക്കാത്തവർ കേൾക്കും, സംസാരിക്കുന്നവർ സംസാരിക്കും. ഇന്ന് വചനം ദൈവരാജ്യം മുടന്തൻ തുള്ളും, ചെകടൻ കേൾക്കും, മൂമൻ സംസാരിക്കും, മരിച്ചൊരു കേൾക്കുന്നതാണ്. ഇപ്പോൾ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം, യേശുവിൻ്റെ നാമത്തിൽ ആ വേദന മാറുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കൈമാറ്റുമ്പോൾ അവിടെ സൗഖ്യം നടന്നിരിക്കുന്നു. എന്താണോ ചെയ്യുവാൻ കഴിയാത്തത് ചെയ്തേ, എന്താണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് ചെയ്തു നോക്കി. ഇപ്പോൾ ആ വേദന അവിടെ ഇല്ല. യേശു തൊട്ടിരിക്കുന്നു. കർത്താവ് അവിടെ അത്ഭുതമാക്കിയിരിക്കുന്നു. കർത്താവ് നിങ്ങളെ തൊട്ടിരിക്കുന്നു. നന്ദി കർത്താവേ, അങ്ങ് തൊട്ടതിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് പിന്നെയും കർത്താവിൻ്റെ സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ നമുക്ക് മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യമുള്ളവർക്ക് പറയാനുള്ള സമയമാണ്. ഞാനതിന് മുമ്പായിട്ട് കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വേലയിൽ വിതച്ച ഓരോ വ്യക്തികളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇത് പിരിവല്ല, ഇതൊരിക്കലും ആർക്കും കൊടുക്കേണ്ടതല്ല. ബൈബിൾ പറയുന്നത് പോലെ കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ കൊടുക്കുന്നതാണ്. അത് ബൈബിൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് എവിടെയും കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, അത് ലോകത്തിൽ നിങ്ങൾക്ക് ഏത് സ്ഥലത്തും കൊടുക്കാം. നിങ്ങളായിരിക്കുന്ന സഭയിൽ നിങ്ങൾക്ക് കൊടുക്കാം. ദൈവരാജ്യത്തിൽ, വചനത്തിൽ, പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വിതയ്ക്കാം. മുന്നോട്ട് കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ നന്ദി പറയുന്നു. വരാൻ പോകുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും അതൊരു അനുഗ്രഹമാണ്. വരാൻ പോകുന്ന എല്ലാ മീറ്റിങ്ങുകൾക്കും ഏറ്റവും വലിയ സാക്ഷ്യമായിട്ടത് മാറും. വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ സാക്ഷ്യമായി തീരട്ടെ. ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, കർത്താവെ, ഞങ്ങളുടെ അധ്വാനം ഞങ്ങൾ തന്നെ ഭക്ഷിക്കും. ഒരു പൈസ പോലും, ഒരു അധ്വാനം പോലും പാഴായി പോകാതെ ആരോഗ്യവും എല്ലാ മേഖലയിലും വർധനമുണ്ടാകട്ടെ. വാരി വിതറി കൊടുക്കട്ടെ. ഉയർച്ച തന്നെ പ്രാപിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, ഒരു സാക്ഷിയുണ്ട്. പറഞ്ഞു ബ്രദറെ, ചന്ദ്രിക എന്ന് പറയുന്ന ചേച്ചിക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് കേട്ടോ. ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് സുവിശേഷം പറഞ്ഞ് അവൾക്ക് കർത്താവിനെ അറിയാം. അങ്ങനെ അവളുടെ മോളുടെ അമ്മായിയമ്മോട് സുവിശേഷം പറഞ്ഞു. ആ അമ്മയ്ക്ക് ബൈബിള് വായിക്കാൻ അറിയില്ല, അവിടെ സ്വാതന്ത്ര്യവും ഇല്ല, വീട്ടില് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒന്നിനും പറ്റില്ല. ബ്രദർ പറയുന്ന ആ വിശ്വാസ വചനങ്ങൾ ആളത് എഴുതിയെടുത്തിട്ട് അതെന്നും പ്രാർത്ഥിക്കും ആള്. അത് മാത്രമേ ആളുടെ കയ്യിലുള്ളൂ. അതിലാള് ഭയങ്കര വിശ്വസ്തയാണ്. അങ്ങനെ ആൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ പ്രഷർ കണ്ണിലേക്ക് ബാധിച്ച് 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആളോട് ഞങ്ങള് ബ്രദറിന്റെ ഈ പ്രയറിനെ പറ്റി എന്നും ആള് വിളിച്ചു ചോദിക്കും.
ബ്രദർ എന്ത് പറയുന്നു അത് ഞങ്ങൾ ആ ആൾക്ക് പറഞ്ഞു കൊടുക്കും. ആൾ അതുപോലെ തന്നെ ചെയ്യും. അപ്പം 3-4 ദിവസം മുന്നേ ബ്രദർ പറഞ്ഞല്ലോ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കണം എന്ന്. അപ്പൊ അതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തു. ആൾക്ക് വിഷമം പറയാനോ ഒന്നും മനസ്സ് തുറന്ന് സംസാരിക്കാനോ ഒന്നും ആ വീട്ടിൽ ആരോടും പറയാൻ പറ്റില്ല. അപ്പൊ ആള് ഇത് തന്നെ ചെയ്തു. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ആളുടെ വേദനകൾ മുഴുവനും അങ്ങോട്ട് പറയും, യേശുവിനോട് പറയുന്ന പോലെ തന്നെ പറയും. അങ്ങനെ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ വലിയൊരു അത്ഭുതം നടന്നു. ഡോക്ടർ പറയാണ് ഓപ്പറേഷൻ വേണ്ട, ഞാനൊരു മരുന്ന് കുറിച്ച് തരാം, ഇത് കഴിച്ചു കഴിഞ്ഞാല് ഇത് മാറുമെന്ന്. ആൾക്ക് വളരെ സന്തോഷമായി. ആളുടെ കയ്യിലുള്ള പ്രാർത്ഥന ഈ വചനം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും യേശുവിനെ പറ്റി ആൾക്ക് അറിയില്ല. ഞാൻ ഓർത്തു, ദൈവത്തിന്റെ ആ വചനം എന്നെ കണ്ടതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ എത്ര ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് ഈ ചന്ദ്രിക ചേച്ചിയുടെ കാര്യത്തിൽ നടന്നു ബ്രദറെ. അതിന് വലിയൊരു സാക്ഷിയായിട്ട് തീർച്ചയായിട്ടും പ്രീസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ആ മകള് അത്രയും വലിയ പ്രതിസന്ധിയിലും ഓപ്പറേഷൻ കൊണ്ടെന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ എന്ന് പറഞ്ഞതുപോലെ ആരുമില്ല ബലപ്പെടുത്താൻ, ആരുമില്ല വചനം പറയുന്നാൽ. പ്രിയ മക്കളെന്ന് വചനം പറഞ്ഞ പോലെ തമ്മിൽ അവർ പ്രബോധിപ്പിച്ചു, തമ്മിൽ ആ സഹോദരിയെ ബലപ്പെടുത്തി കർത്താവിൻ്റെ വചനത്തിൽ ഉറപ്പിച്ചു. ഇന്ന് കേട്ടതുപോലെ തന്നെ വലിയൊരു സന്തോഷം. ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞാനിടയെ തീർന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ഓപ്പറേഷനോ ഒന്നും കൂടാതെ തന്നെ ഇനിയും വലിയ സാക്ഷ്യങ്ങൾ കർത്താവ് തുറന്നു വരും. പിന്നെയും ബലപ്പെടുത്തുക, പിന്നെയും കർത്താവിൽ നിറയ്ക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ബ്രദറെ ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ? പറഞ്ഞോ. ബിജോയ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചർച്ചിലെ ഒരു കുട്ടിയാണ്. അവന്റെ ജ്യേഷ്ഠൻ മരിച്ചിട്ട് ഇപ്പം 5 വർഷമായി. ഇപ്പൊ അവന്റെ അച്ഛന് സുഖമില്ലാതെ മഞ്ഞപ്പിത്തവും എലിപ്പനിയായിട്ടൊക്കെ വയ്യാതെയായിരുന്നു. ഇപ്പൊ ഒത്തിരി അസുഖം ഭേദമായിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമത് വസ്തുവിന്റെ കാര്യം പറഞ്ഞത്, ഞങ്ങളുടെ ചർച്ചിന് വേണ്ടിയിട്ട് 3 വർഷമായി ഒരു 5 സെന്റ് വസ്തുവിന് എഴുതി കൊടുത്ത് എഗ്രിമെന്റ് കൊടുത്തിട്ട് ഇനി ഒരു 50,000 രൂപയും കൂടെ കൊടുക്കാനുള്ള ബാക്കി പൈസ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അത് അവരെ എഴുതി തരാനായിട്ട് അവർക്ക് കുറെ ബാധ്യതയുണ്ട്. അതുകൊണ്ട് എഴുതി കിട്ടാതെ കിടക്കുകയാണ്. ഇന്ന് തരാം, ഇന്ന് എഴുതി തരാം, ഈ മാസത്തിൽ തരാം, 15-ാം തീയതി തരാം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് രണ്ടാമത്തെ സാക്ഷി. പിന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? പിന്നെ ഞങ്ങൾക്ക് അവിടെ കൊല്ലത്ത് പ്രാർത്ഥനയ്ക്ക് വരാനായിട്ട് ഒരു ഗൂഗിൾ മാപ്പ് ഇട്ടേക്കോ ഇതില്? അതൊക്കെ ഇട്ടേക്കാം സിസ്റ്റർ. തീർച്ചയായിട്ടും നമ്മുടെ കൊല്ലത്തുള്ള ഗ്രൂപ്പിലെ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് വരും. ഗ്രൂപ്പിലുണ്ടല്ലോ അല്ലേ? അതെല്ലാ കാര്യങ്ങളും കർത്താവ് അത് അനുഗ്രഹമാക്കി വരും. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാനിടയാത്തിരുന്നു കേട്ടോ. ഓക്കെ സിസ്റ്റർ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ആലോചന എടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം സാക്ഷിയാക്കി മാറ്റും. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ ആദ്യമേ ഒരു ആലോചന പറഞ്ഞില്ലേ, അതായത് മതില് പൊട്ടിയിരിക്കുന്ന ഒരു ആലോചന. അവിടെ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഉണ്ടെന്ന്. അത് എന്റെ പേരൻസ് താമസിക്കുന്ന ഭവനത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ഇടത് ഭാഗത്ത് മതില് പൊട്ടിയതായിട്ടും ഉണ്ട്. എന്റെ ഫാദറിന്റെ പേര് ജോർജ് എന്നുമാണ്. ഏറ്റെടുത്ത് സിസ്റ്ററെ, കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ദൈവത്താൽ അത് വലിയൊരു സാക്ഷ്യമാക്കി എന്ന കുടുംബത്തെ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. ദൈവത്താൽ അതൊരു അത്ഭുതമായി മാറും. God bless you, sister. കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പ്രൈസ് ലോർഡ് ബ്രദറെ. ഒരു ചാക്കോ എന്ന് പറഞ്ഞ ഒരു ആലോചന പറഞ്ഞായിരുന്നല്ലോ. അത് എൻ്റെ അപ്പൂപ്പനെയാണ്. അപ്പൂപ്പന്റെ ചാക്കോ വർഗീസ് എന്നാണ്. ആ അപ്പൂപ്പന്റെ വസ്തുവാണ്. അത് മൂത്ത മോക്ക് കൊടുത്തു. അവര് കലക്കമായിരുന്നു. അത് രണ്ടാമത്തെ മോള് വാങ്ങിച്ചു. അവരും പ്രശ്നമായിട്ട് വേറെ ചർച്ചയ്ക്ക് കൊടുത്തു. അവരിപ്പോ സ്ഥലത്തില്ല, അവരും പ്രശ്നമായിട്ട് മാറി. ആ സ്ഥലമാണ് ഞങ്ങൾ 5 സെന്റ് താമസിക്കുന്നത്. അപ്പൊ ഇവിടെയും മനസ്സ് വല്ലാത്ത പ്രയാസത്തിലൊക്കെയാണ് നമ്മള്. ആമേൻ. ഇല്ല സിസ്റ്റർ, ഇത് എത്ര പേര്, അത് വലിയൊരു പ്രവൃത്തിയാണ് സിസ്റ്റർ പറഞ്ഞത്. കാരണം വെച്ചാൽ ഇത് ഈ സഹോദരിക്ക് വേണ്ടി തന്നെയാണ് ഈ ആലോചന. ഇപ്പം ഒന്നുകൂടെ ഞാൻ എടുത്തു പറഞ്ഞത് മറ്റാർക്കുമല്ല. കാര്യം നിങ്ങൾ എത്ര പേര് കേട്ടായിരുന്നു? ഈ ആധാരത്തിൻ്റെ മേൽ 3 അവകാശങ്ങളെ കർത്താവ് ഇന്ന് കാണിക്കുന്നു. എന്നാൽ ഇന്ന് അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി കർത്താവ് ചെയ്യും. എത്ര പേരത് കേട്ടായിരുന്നു? ഇന്ന് ആ 3 അവകാശങ്ങളെ സിസ്റ്റർ ഇന്ന് പറഞ്ഞ സിസ്റ്റർ ഒന്ന് ശ്രദ്ധിച്ചോണം, പറഞ്ഞ സിസ്റ്റർ ഒന്ന് കേട്ടോണം. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തേ. സിസ്റ്റർ, ഈ കാര്യം വല്ലതും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്ററെ?
ഇല്ല ഇല്ല ഇന്ന് പറഞ്ഞിട്ടില്ല. ഇനി വിഷമിക്കണ്ട. ഇന്ന് ആ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് തന്നെ പറയണം, പിതാക്കന്മാർ മുഖാന്തരം കൈമാറി വന്നിട്ടുള്ള എല്ലാ അവകാശവാദങ്ങളെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. ഞങ്ങളിവിടെ സമാധാനത്തോടെ ജീവിക്കും, സമാധാനത്തോടെ ആരാധിക്കും. ഇങ്ങനെ പറഞ്ഞ് എല്ലാ ദിവസവും നടന്നോണം. നിങ്ങളിപ്പം നിൽക്കുന്നിടത്ത് തന്നെ നിങ്ങൾ ഫലം കായ്ക്കാൻ വേണ്ടി പോവാണ്. അനേകർ അതിശയിക്കാൻ വേണ്ടി പോവും. പോയവരെല്ലാം അസൂയയോടെ നോക്കുന്ന രീതിയിൽ കർത്താവ് നിങ്ങളെ വളർത്താൻ വേണ്ടി പോവുക കേട്ടോ. അനുഗ്രഹമായി തീരും. വലിയൊരു സാക്ഷ്യമുണ്ട് കർത്താവ്. ദൈവം ഞാനിത് പറയാൻ നിങ്ങൾക്കത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ തുടക്കത്തിൽ ചോദിച്ചാൽ നിങ്ങളിത് ആരോടും, അതായത് ഞങ്ങളോട് ഇത് പ്രയർ റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞ കാര്യമല്ല. ആധാരത്തിൻ്റെ ഉടമസ്ഥൻ്റെ പേര് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇത് കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ട് ധൈര്യമായിട്ട് ഉറച്ചു നിന്നു. വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് തീർക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത് ഈ സഹോദരിക്ക് വേണ്ടി തന്നെ കേട്ടോ, മറ്റാരോടും അല്ല. അത് ഏറ്റെടുത്തണം. കർത്താവ് അനുഗ്രഹമായിട്ട് മാറ്റും. മറ്റാരെങ്കിലും എന്തോ ബ്രദറെ, ഇന്ന് ഇപ്പൊ പറഞ്ഞില്ലായിരുന്നോ, ഞങ്ങളുടെ ഒരു വസ്തുവിന് 5 കിലോമീറ്റർ അകലെ ഒരു വസ്തുവുണ്ട്, പ്രയോജനമില്ലാതെ കിടക്കുവാന്ന്. ഞങ്ങളുടെ വീടിന് 5 കിലോമീറ്റർ അകലെ ഞങ്ങൾ ഒരു വസ്തു വാങ്ങിച്ചിട്ടിട്ടുണ്ട്, പ്രയോജനമില്ലാതിരിക്കുക. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുക. മതില് കൊണ്ട് ഗേറ്റ് കൊണ്ട്. ആമേൻ. സിസ്റ്റർ നാളെ തന്നെ ആ സ്ഥലത്ത് പോയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചോണം. അത് നഷ്ടപ്പെടുത്തി വലിയൊരു ഭാരം കൊണ്ടുവന്ന് നമ്മുടെ സകല സാമ്പത്തികവും കളയാൻ വേണ്ടി നോക്കുന്നൊരു തന്ത്രമാണ്. പക്ഷെ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് കർത്താവ് നിങ്ങളെ മാറ്റും. സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന ഒരു അനുഭവം അവിടെ നിന്ന് ഉണ്ടാകാൻ വേണ്ടി പോവാണ്. ഈ കാര്യം വല്ലതും ഞങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടോ സിസ്റ്റർ? ഇല്ലില്ല. ഇത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെയെങ്കിൽ. കാരണം വെച്ചാൽ ഇത് നിങ്ങളുടെ മാത്രം വിഷയമാണ്, നിങ്ങളുടെ ഭാരപ്പെട്ട വിഷയമാണ്. പിശാചിൻ്റെ സകല അവകാശങ്ങളും ഈ ആലോചന ഏറ്റെടുക്കുന്നവിടെ തകരുകയാണ്. നാളെ അവിടെ തന്നെ പോയി പറമ്പ് ഗേറ്റ് തുറന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചോണം. 1-2 വാക്ക് ആ വചനം പറഞ്ഞ പാമ്പുകളെയും തെളികളെയും ശത്രുവിൻ്റെ സ്ഥലത്തെ അവിടെ എനിക്ക് അധികാരം തന്നിരിക്കുന്നു, എനിക്ക് അവിടെ പ്രയോജനപ്പെടാൻ വേണ്ടി പോകാന്ന് പറഞ്ഞാൽ വലിയ സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോകാം കേട്ടോ. യേശുവിൻ്റെ നാട് ധൈര്യമായിട്ട് പോവുക. കർത്താവ് ഒരു സാക്ഷ്യമാക്കും. മറ്റാരെങ്കിലും പറഞ്ഞോ? പാസ്റ്ററെ കുറച്ച് മുമ്പ് ഒരു ആലോചന പറഞ്ഞില്ലായിരുന്നു, കയറി വരുന്ന റൂമിൽ തന്നെ ഒരു ID ബാൻഡ് തൂങ്ങിക്കിടക്കുന്നു. സ്റ്റാർട്ടിംഗ് നെയിം S ആണ്. ജോലിയോട് ബന്ധപ്പെട്ട് എന്റെ പേര് സജിനി എന്നാണ്. വരുന്ന റൂമിന്റെ അവിടെ തന്നെയാണ് ഞങ്ങൾ ID ബാൻഡ് തൂക്കിയിട്ടേക്കുന്നത്. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ഒരു ആലോചനയായിട്ട് വിശ്വസിച്ചിട്ടുണ്ട്. ഇന്ന് ആ പ്രൊഫഷനിലെ ദൈവം വർദ്ധിപ്പിക്കാൻ വേണ്ടി പോസ്റ്റർ വലിയൊരു സാക്ഷ്യത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്താൽ അത് വലിയൊരു അനുഗ്രഹമായി തീരാൻ വേണ്ടി പോകുക കേട്ടോ. ഇന്ന് ID കാർഡ് വെച്ച് പ്രാർത്ഥിച്ചോ. അതായത് പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി, അതായത് നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തു നിന്നും വലിയൊരു ചേഞ്ച് ദൈവം തരാൻ വേണ്ടി പോവാണ്. പ്രാർത്ഥിച്ചു. രാജ്യങ്ങളുടെ നന്മ ദൈവം തുറക്കും കേട്ടോ. അനുഗ്രഹമാക്കി കർത്താവ് മാറ്റും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പറഞ്ഞു സിസ്റ്ററെ. ഇന്ന് എൻ്റെ അടുത്ത് വന്ന് ഒരാള്, ഞാനൊരു കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ എൻ്റെ അടുത്ത് വന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വന്ന് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഞാനതിനും പറഞ്ഞു കർത്താവിനെ വചനം വായിക്കണം. അപ്പൊ എന്നോട് പറഞ്ഞു ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ പ്രപഞ്ചത്തെ ആരാധിക്കും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ആരോ ഏതോ ഒരു മുസ്ലിങ്ങളുടെ ഒരു മന്ത്രം പറയാൻ പറഞ്ഞു. അത് ഇന്ന കാര്യം ഇങ്ങനെ പറഞ്ഞ് 2-3 ദിവസം പ്രാർത്ഥിച്ചപ്പോഴത്തേക്കിന്, അങ്ങനെ പറഞ്ഞത് ചെയ്തപ്പോഴത്തേക്കിന് എന്തോ ഒരു ശക്തി വന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഒത്തിരി വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളും. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ബൈബിളും അവിടെ ഇരുന്ന് ബൈബിള് കയ്യിലുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ ആ വചനം ഇരുന്ന് വായിക്കണം, എന്നിട്ട് കർത്താവിനോട് പറയണം എൻ്റെ ജീവിതത്തിന്റെ എല്ലാ വിഷയത്തിന്മേലും ഇറങ്ങി വന്ന് സഹായിക്കണം, ഓരോന്ന് മാറ്റണം, ഇങ്ങനെ പറയാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു മോളൊന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ പാസ്റ്ററിനെ അയക്കാം, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ സമയമില്ല എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചു നേരം ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു അല്ല, മോള് തന്നെ വന്നൊന്ന് പ്രാർത്ഥിക്കും, എൻ്റെ വീട്ടിലൊന്ന് വന്നാല് എല്ലാത്തിനും ഒരു മാറ്റമാന്ന് പറഞ്ഞു. പക്ഷെ എന്തോ ഇത്രയും കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഞാനിങ്ങനെ കയ്യിൽ എൻ്റെ ശക്തി ആവാഹിച്ചിട്ട് അതെൻ്റെ ദേഹത്തേക്ക് വെക്കുന്ന, അപ്പൊ എനിക്ക് സൗഖ്യം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ആദ്യം പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞപ്പോ എനിക്കെന്തോ പോകാനൊരിത്. പക്ഷെ എനിക്കറിയില്ല ഞാൻ അതുമേൽ എന്ത് ചെയ്യണം. പല പ്രാവശ്യം എന്നോട് പറഞ്ഞ മോള് തന്നെ വന്ന് കാല് കുത്തിയാൽ എൻ്റെ വീടിനൊരു സൗഖ്യം, ഒന്ന് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ ബ്രദറെ. സിസ്റ്റർ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. സിസ്റ്റർ പോകണ്ട. പകരം സിസ്റ്റർക്ക് എന്ത് ചെയ്യുക, നമ്മുടെ പ്രാർത്ഥന ലിങ്ക് അയച്ചു കൊടുക്കുക, ഇതിൽ കയറുക. ഇതിൽ കയറിയതിന് ശേഷം ഞാൻ വരാമെന്ന് പറയണം. കർത്താവ് അതിൻ്റെ അകത്തൊരു പ്രവൃത്തി ചെയ്യും കേട്ടോ. ഇപ്പോൾ സിസ്റ്റർ ഒന്നും പറയാനില്ല.
ഇപ്പോൾ ഒന്നും പോകണ്ട, ഇവർക്ക് ഇത് അയച്ചു കൊടുക്കുക, ഇതിൽ കയറുക, ഇതിൽ പ്രവേശിക്കുക, കർത്താവ് എന്നതിന് ശേഷം ഞാൻ വരാമെന്ന് പറഞ്ഞാൽ മതി. അവരെ ദൈവം തൊടും കേട്ടോ. ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്ററെ. എന്റെ പേര് സ്നേഹ. പാസ്റ്റർ ഇന്നൊരു പൂവിന്റെ ഇത് പറഞ്ഞായിരുന്നു, 3 റോസപ്പൂവിന്റെ ഇതെന്നുള്ളത്. അത് ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത് ഞാൻ വെച്ചിരിക്കുന്നതാ. അപ്പൊ അതില് ഞാൻ പ്രയർ പോയിന്റ് സീരീസിൽ 2ാമത്തേല് ബിൽഡിംഗ് ഗോഡ്സ് കിങ്ഡത്തിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരുക്കണം എന്നുള്ളതായിരുന്നു. ഈ പറഞ്ഞ 3 പൂവെന്നുള്ളത് അത് ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ട് ചാറ്റ് ഗ്രൂപ്പില്. ചാറ്റ് ഇതില് വാട്സാപ്പിലോ? അല്ല, സൂമിലെ ചാറ്റില് നോക്കട്ടെ സിസ്റ്ററെ, കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അതിന് കാണാൻ പറ്റില്ല. എന്തായാലും സിസ്റ്ററുടെ ആ പറയുന്ന സ്ഥലത്താണ് ഈ 3 റോസാപ്പൂവിൻ്റെ ഇത് വെച്ചിരിക്കുന്നത്. ഓക്കെ, എനിക്ക് വന്ന മെസ്സേജ് സ്ക്രോൾ ചെയ്ത് ഓക്കെ ഞാൻ കണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട് സിസ്റ്റർ. ഇപ്പോൾ അത് അയച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. സിസ്റ്ററുടെ പേര് സ്നേഹ ചാക്കോ എന്നുള്ളത്. എനിക്കത് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓക്കെ, നിങ്ങൾ എല്ലാവരും കാണാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നു. സിസ്റ്ററുടെ മുറി അല്ല, എവിടെയാ സിസ്റ്റർ ഓഫീസാണോ, എവിടെയാ മുറിയോ? ഓക്കെ സിസ്റ്റർ, അത് യേശുവിനെ നാമത്തേറ്റെടുത്തോ. കർത്താവ് ഇന്ന് അവിടെ നിന്ന് ഒരു വഴിത്തിരിവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യത. അതിൻ്റെ അകത്ത് 2 എന്നുള്ള നമ്പർ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് മെൻഷൻ ചെയ്തിട്ട് നോക്കണം, ഡയറിയിലോ ബുക്കിലോ. 2 എന്നുള്ളതും 9 അടുത്തും വരുന്നതായിട്ടുള്ള ഒരു സംഖ്യ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. അത് കർത്താവ് വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോണം. കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു കർത്താവ്. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ? ബാക്കി എല്ലാവരും ഒന്ന് ആമേൻ. തീർച്ചയായിട്ടും ശ്രദ്ധ വലിയൊരു വഴിത്തിരിവ് ടേണിങ് ഉണ്ടാകാൻ വേണ്ടി പോകട്ടോ. ഇത് ഏറ്റെടുത്തോണം. അത് വലിയൊരു സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ വേണ്ടി പോണ്. എന്നെ കർത്താവ് അടയ്ക്കേണ്ടത് വലിയൊരു മാന്യത കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. വലിയൊരു യാത്രകളൊക്കെ അതിൻ്റെ അകത്തുണ്ട്, വാട്ടത്തത്തിൻ്റെ അത് കേട്ടോ. അതൊക്കെ സ്വീകരിച്ചു. ഞാനൊരു ഫ്ലൈറ്റ് യാത്രയുടെ കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട്, അത് സ്വീകരിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ ദൈവം അത് സാക്ഷ്യമാക്കി മാറ്റും. ഹലോ ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, ഞാൻ US നിന്നാണ്. ബ്രദറെ, ഞാൻ ദൈവത്തിന്റെ ഒരു വലിയ സമൃദ്ധമായ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ ഒരാഴ്ചയായിട്ട് ബ്രദറിന്റെ സ്പീച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട്. ബ്രദറെ, ഒരു സംശയം ചോദിച്ചോട്ടെ? ബ്രദർ ഇപ്പം സ്പീച്ചിൽ പറഞ്ഞില്ലായിരുന്നോ, നമ്മള് വിശുദ്ധന്മാരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ കിട്ടും, പക്ഷെ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. പിന്നെ എങ്ങനെയാണ് ബ്രദറെ അതിനെ കുറിച്ച്? ബ്രദറെ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, വിശുദ്ധന്മാരുടെ ഒക്കെ പോയി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാക്ടീസ് ബൈബിളിലില്ല. ബൈബിളിൽ ഒരു സ്ഥലത്ത് പോലും വിശുദ്ധന്മാരോട് പ്രാർത്ഥിച്ച് ഒരു സ്ഥലത്തുനിന്ന് പോലും അനുഗ്രഹം കിട്ടിയതായിട്ട് ബൈബിളിൽ ഒരു സ്ഥലത്തില്ല. പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസ് ലീഗ ഇന്നലെ തിമത്തിയോസിൻ്റെ എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2:9 നമ്മൾ കേട്ടു. പൗലോസ് ലീഗ തന്നെയാണ് നേരിട്ട് പറയുന്നത്, മനുഷ്യർക്കും ദൈവത്തിനും നടുവിൽ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. ഇതേ പൗലോസ് ലീഗ തന്നെ എബ്രായ ലേഖനത്തിൻ്റെ അകത്ത് പറയുന്നു, യേശുക്രിസ്തു മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ദൈവത്തിൻ്റെ മനുഷ്യരുടെ നടുവിൽ യേശു നിൽക്കുന്നത്. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ കർത്താവിൻ്റെ ശിഷ്യൻ അവിടെ മരിക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിനെ കാണുന്നത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന ക്രിസ്തുവിനെ കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെയും ദൈവത്തിൻ്റെ നടുവിൽ ഇടയിൽ ആര് നിൽക്കുന്നു? യേശു നിൽക്കുന്നു. അപ്പോൾ അവിടെ മറ്റൊരാളെ അവിടെ കാണുന്നില്ല, മറ്റൊരാൾ മധ്യസ്ഥം വഹിക്കുന്നതായിട്ട് ബൈബിളിൽ ഒരു സ്ഥലത്ത് പോലും അവിടെ കാണുന്നില്ല. അങ്ങനെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയെപ്പറ്റി ബൈബിളിലില്ല. അപ്പോൾ ബൈബിളിലില്ലാത്ത പ്രാക്ടീസുകൾ പൗലോസ് പറയും. നമ്മളിന്ന് കേട്ട വചനം കണ്ടല്ലോ, ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള കിഴവിക്കഥകൾ. കിഴവിക്കടയെന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ പ്രായമായ അമ്മച്ചിമാരുടെ കടയെന്നല്ല ഉദ്ദേശിക്കുന്നത്, വചനത്തിന് വിരോധമായിട്ടുള്ള വാമൊഴികൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കൈമാറി വന്നിരിക്കുന്ന വാമൊഴികളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രാക്ടീസ് ചെയ്യരുതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്കിപ്പം ഉദാഹരണമായിട്ട് പറയാം, എനിക്കിപ്പോൾ യേശുവിൻ്റെ പേര്, ഇപ്പം ഞാനിപ്പോൾ ഒരു കല്ലെടുത്ത് വെച്ചിട്ട്
ഞാനത് യേശുവിൻ്റെ നമുക്കറിയാം ഏതെങ്കിലും ഇപ്പോൾ യേശുവാന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ആ കല്ലിൻ്റെ അടുത്ത് പോയിരുന്നു പ്രാർത്ഥിക്കുക, യേശുവെ യേശുവെ എന്ന് കല്ലെ കുറച്ചു നേരം വിളിച്ചാൽ ഉറപ്പായിട്ടും ആ കല്ലിൽ നിന്നും എന്തെങ്കിലും ഉണ്ടാവും. അതിൻ്റെ കാരണം ബൈബിളിലൊരു വാക്യമുണ്ട്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. അടുത്ത വാക്യത്തിൽ പറയുന്നു, സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലോ യാതൊന്നിൻ്റെ വിഗ്രഹത്തെ നിർമ്മിക്കരുത്. പഴയ നിയമത്തിൽ പറയുന്നു, ഒരു മനുഷ്യൻ, ഒരു മരം വെട്ടുകാരൻ ആ മരം എടുത്ത് അല്പം അവൻ മരം വെട്ടുന്നു, രണ്ടാമത് അവൻ അഹോവൃത്തി കഴിക്കുന്നു, മൂന്നവൻ ആ മരത്തിലെ ഇതുകൊണ്ട് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു? അതിനെ ആരാധിക്കുന്നു. അത് മിണ്ടുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, അത് സംസാരിക്കുന്നില്ല, അതിന് ജീവനില്ല. പക്ഷേ അതിൻ്റെ പിന്നിലൊരു പ്രവൃത്തി വരുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജിയാണ്. അതായത് നമുക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും അത് പിശാച് ഏറ്റെടുക്കും, അവൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കും. നമ്മൾ ഈ ട്രൈബായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഉൾക്കാടുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് യേശുവിനെ അറിയത്തില്ല, ദൈവത്തെ അറിയത്തില്ല, ലോകത്തിലൊന്നും അറിയത്തില്ല. പക്ഷേ അവർക്ക് ഒരു ബിംബമുണ്ട്, നോക്കിയാൽ മതി. അവരൊരു കല്ലെടുത്ത് വെച്ചിട്ട് അതിൽ കുറേ പൂക്കളിട്ടിട്ട് അവരെന്തൊക്കെയോ പറയുന്നു. അവർ ചുമ്മാ പറയുന്നതല്ല, അവർക്ക് എപ്പോഴൊക്കെയോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു സംഭവമുണ്ട്. ബൈബിൾ വിരുദ്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിലൊരു പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ അത് ബൈബിൾ വിരുദ്ധമാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ദൈവത്തിൽ നിന്നല്ല വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയാം, അല്ല ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, അതിൽ കാര്യമില്ല. യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ യേശുവിൽ വിശ്വസിക്കുകയും യേശു പറഞ്ഞ വാക്കുണ്ട്, ഒരുവൻ എൻ്റെ വചനം കേട്ട് എന്നെ അനുഗമിക്കുകയും ചെയ്താൽ ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കും. അപ്പം ഞാൻ അവയ്ക്ക് ആർക്കാണത്? എൻ്റെ വചനം കേട്ട്, എൻ്റെ വാക്ക് കേട്ട്, യോഹന്നാൻ 10 ഞാനീ പറഞ്ഞത്, എന്നെ അനുഗമിച്ചാൽ ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കണം. ഞാൻ പറഞ്ഞില്ല, ബൈബിൾ നമ്മൾ ഒരു വശം, അല്ലെങ്കിൽ ഞാൻ ചോട്ടെ, ഈ എഴുതപ്പെട്ടത് മുഴുവൻ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരാണ്, ശ്ലീഹാമാരാണ്. എന്തുകൊണ്ട് അവരൊരു സ്ഥലത്ത് പോലും പറഞ്ഞില്ല ഞങ്ങളോട് പ്രാർത്ഥിക്കണം, ഞങ്ങൾ യേശുവിനോട് അറിയിക്കാം എന്ന് എന്തുകൊണ്ട് ഒരു സ്ഥലത്ത് പോലും മെൻഷൻ ചെയ്തില്ല? മറ്റാരെ പറ്റി നമുക്ക് നോക്കാം. ലൂക്കോസ് മുതൽ മത്തായി മുതൽ അങ്ങ് വെളിപ്പാട് വരെ നോക്കിയാൽ നമുക്ക് ഒരു സ്ഥലത്തും എഴുതപ്പെട്ടതെല്ലാം കർത്താവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരാണ്. അവരെന്തുകൊണ്ട് പറഞ്ഞില്ല ഞങ്ങൾ? ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബ്രദറിന് വേണ്ടിയല്ല, എല്ലാവരും പറയുകയാണ്, കാര്യം സംശയങ്ങൾ വരണം. അപ്പം എന്തുകൊണ്ടത് അവർ പറഞ്ഞില്ല ഞാൻ പൗലോസാണ്, ഞാൻ പത്രോസ്, ഒരു കാര്യം നിങ്ങൾ എൻ്റെ അടുക്ക കൊണ്ടുപോവാ പ്രാർത്ഥനാ വിഷയം, ഞാനത് യേശുവിനെ നിന്ന് മേടിച്ചു തരാമെന്ന് ഒരു സ്ഥലത്ത് പോലും അവർ പറഞ്ഞില്ല. അതിന് കാരണം അവർ പറഞ്ഞു തന്നു, മനുഷ്യർക്കും ദൈവത്തിനും നടുവിൽ ഒരു മധ്യസ്ഥൻ, യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് യേശു പറഞ്ഞു ഞാനത് ചെയ്തു തരും. അത് എഴുതിയ ആളുടെ പേരാണ് യോഹന്നാൻ. കർത്താവിൻ്റെ മാറോട് ചേർന്ന ശിഷ്യൻ എഴുതി വച്ചിരിക്കുന്നത്, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലാരിറ്റിയോടെ ബൈബിൾ മത്തായി മുതൽ വെളിപ്പാട് വരെ ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്തിട്ട് നമുക്കൊരത്ഭുതം ഉണ്ടായെങ്കിൽ, അത് ബൈബിളിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഉറപ്പിച്ചു അത് വചന വിരുദ്ധമായിട്ടുണ്ടായതാണ്. അത് ദൈവത്തിൽ നിന്നല്ല. നമ്മൾ പറയും അത് ദൈവത്തിൽ നിന്ന്, നമ്മൾ പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്നാകുന്നില്ല. ഇപ്പം കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മളിപ്പം കർത്താവിനെ ഇപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്താലും എനിക്ക് വേണം ഇങ്ങനെ പറയാം, എനിക്കൊരു തെറ്റായ ഒരു കാര്യം ഞാൻ പറയാം, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ക്ലെയിം ചെയ്യാം. അത് ഞാൻ പറയുന്ന വാക്ക് മാത്രമാണ്. അതേപോലെ ഞാൻ ഈ തുടക്കത്തിൽ മുതലേ ബൈബിൾ പറഞ്ഞല്ലോ, ബൈബിളിന് എപ്പോഴും ഒരു സ്വഭാവമുണ്ട്, അത് മാറത്തില്ല. ഞാനത് ഞാൻ തിരുത്തി പ്രസംഗിച്ചുകൊണ്ട് ഒരിക്കലും ബൈബിളിന് സ്വഭാവം മാറത്തില്ല. ബൈബിളിൻ്റെതായ ഒരു സ്വഭാവമുണ്ട്. അത് കൂടുതൽ ബ്രദർ ഇപ്പം കുറച്ച് ദിവസമായല്ലോ കേൾക്കാൻ തുടങ്ങിയിട്ട്, തുടർച്ചയായിട്ട് നമ്മുടെ യൂട്യൂബിൽ ഇതിൻ്റെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് താഴേക്ക് വരുമ്പോൾ ബ്രദറിന് അത് കൂടുതൽ മനസ്സിലാവും. അത് ശ്രദ്ധിക്കുക, ബൈബിള് തുറന്ന് വെച്ചുകൊണ്ട് തന്നെ വേണം എല്ലാ വചനങ്ങളും കേൾക്കാൻ വേണ്ടി. എല്ലാവരും നിങ്ങൾക്ക് സംശയം വരുവാണെങ്കിൽ ബൈബിളിൽ നോക്കണം. നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് ചോദിക്കണം. എനിക്ക് വാട്സാപ്പ്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വാട്സാപ്പിൽ ചോദിക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവ് അത് വെളിപ്പെടുത്തി തന്നാൽ ഞാനത് പറയാം. ഞാനും എല്ലാം തികഞ്ഞ ആളൊന്നുമല്ല, എങ്കിലും കർത്താവ് അത് വെളിപ്പെടുത്തിയാൽ പറഞ്ഞു തരാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത് ക്ലിയർ ആയെന്ന് ഞാൻ ബ്രദറിനെ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലം നമ്മുടെ സമയം ഒത്തിരി മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ ഇന്ന് അത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. സിസ്റ്ററെ ഞാനും വന്നിട്ടില്ല സിസ്റ്ററെ. എനിക്ക് ഫോട്ടോ കണ്ടിട്ടുള്ളൂ. എനിക്ക് വന്ന നമ്മുടെ അജാസ്റ്റർ വർഗീസ് പേർ അവരൊക്കെ ഉണ്ട്. അവരെല്ലാവരും അവിടെ തന്നെയുണ്ട്. വഴി നീളെ നമ്മുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ എല്ലാവരും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ, എറണാകുളം ഗ്രൂപ്പിൻ്റെ അകത്ത് അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് വന്നത് ഹോളിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്.
ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾ നമ്മൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളത് ഓപ്പൺ ചെയ്യും. ഒരു 2 ദിവസം നിങ്ങളൊരു വെള്ളിയാഴ്ച മുതൽ നമ്മുടെ എല്ലാ ഗ്രൂപ്പും ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ ആരുടെയും റീൽസുകളോ ഷോർട്ട് മെസ്സേജുകളോ ജോലി സാധ്യതകളോ നിങ്ങളുടെ സഭയിൽ ഏതെങ്കിലും മാറ്ററുകളോ പെരുന്നാളിൻ്റെ ഒന്നും എൻ്റെ തിട്ടേക്കരുത്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, അങ്ങനെയുള്ള മെസ്സേജ് ഇടൽ ഡിലീറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സഹോദരിമാർ ലൊക്കേഷൻ ചോദിക്കാനും അവർക്ക് ഗൈഡ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ഗ്രൂപ്പ് ഓൺ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പ്രയർ റിക്വസ്റ്റും കൂടെ അയക്കരുത്. കാര്യം അത്രയും പേര് അയക്കുമ്പോൾ ഒത്തിരി പേര് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ബ്രദറെ ഞങ്ങൾ ലെഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം തുരുതുരാന്ന് ഇങ്ങനെ ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി അല്ലത്, ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം ഞാനത് ഗ്രൂപ്പ് തുറക്കുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കമൻറ്റുകൾ ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് അതിൻ്റെ അകത്ത് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ എല്ലാ സഹോദരങ്ങളും അവിടെ എറണാകുളത്തുള്ളവരൊക്കെ നിങ്ങൾക്ക് അത് സംസാരിക്കുക, അവരത് പറഞ്ഞു തരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ബന്ധപ്പെട്ടാൽ മതി. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുക, ഒന്നും നിങ്ങൾ മിസ്സാകത്തില്ല. ആ ഹോള് നിങ്ങൾ ഫോട്ടോ നോക്കണം, മറന്നുപോലെ വേറൊരു ഓഡിറ്റോറിയം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കിട്ടും. അതേപോലത്തെ അല്ല, അവരുടെ തന്നെ വേറെ ഉണ്ട്. പക്ഷേ നിങ്ങൾ അതിൻ്റെ ഫോട്ടോ നോക്കിക്കോണം, അത് ആ ഹോളിലോട്ടേ വരാവുള്ളൂ. അത് മാറിപ്പോകത്തൊന്നുമില്ല, അത് തന്നെയാണ്. അതുകൊണ്ട് സംശയമൊന്നും വേണ്ട, എല്ലാം കറക്റ്റായിട്ട് സഹോദരന്മാർ അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് പിന്നെയും കൂടെ, ഇനി ചുരുങ്ങിയ സമയങ്ങളേ ഉള്ളൂ. ഞാൻ വളരെ വലിയ പ്രതീക്ഷയോടെ, നിങ്ങളെ പ്രതീക്ഷയല്ല, ദൈവത്തിൽ ഞാൻ വലിയ പ്രതീക്ഷയോടെ ഇരിക്കുന്നു. കർത്താവ് ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന. കാര്യം നമ്മുടെ ഒരു കഴിവല്ല, പ്രാപ്തിയല്ല, നമ്മളാരും മിടുക്കന്മാരായതുകൊണ്ടല്ല. കൃപ തോന്നി ദൈവത്തിന് നമ്മോട് കൃപ തോന്നി. നമ്മൾ എന്തുണ്ടല്ലേ, പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, ഇന്ന് ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനവും കുലഹീനവും നികൃഷ്ടവും ഒന്നുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തത്. അതിൽ ഏറ്റവും ഒന്നാമനാണ് ഞാനും നിങ്ങളൊക്കെ. നിങ്ങളില്ലേലും ഞാൻ ഒന്നാമനാണ്. അതുകൊണ്ട് കർത്താവ് ഒന്നുമില്ലാത്ത നമ്മളെ കുപ്പയിൽ നിന്നെടുത്ത് ദൈവം നമ്മളെ വലിയ മാന്യ തരാൻ പോകുന്ന സമയങ്ങളാണ്. വൻ കാര്യങ്ങളെ ചെയ്യും. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവ് നമ്മളെ കൈവിടാത്ത ദൈവമാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തെ ടേൺ ചെയ്യുന്നൊരു മീറ്റിംഗ് ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഇതിന് മുമ്പിൽ ഞാൻ കർത്താവിൻ്റെ ഞാൻ പറഞ്ഞു, എനിക്ക് ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. വലിയൊരു ടേണിങ് ഉണ്ടാകുമ്പോൾ, വലിയ ടേണിങ്, ഒരു സാധാരണ പോലെ നിങ്ങൾ അവിടെ വരുന്നതെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകുന്നത്, ഞാൻ ഇതിന് പരസ്യമോ പബ്ലിസിറ്റിയോ ഒന്നും അല്ല, നിർബന്ധമൊന്നും ഞാൻ പറഞ്ഞു, എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു നിർബന്ധവും എനിക്കില്ല. ആത്മാവിൽ ഒരു ഉള്ളിൽ തോന്നുക ഒന്ന് പോകണം, അങ്ങനെ ഉള്ളവരേ വരാവുള്ളൂ കേട്ടോ. നിർബന്ധം ഈ ബ്രദർ വിളിച്ചുകൊണ്ട് ഇനി അങ്ങനെ വരരുതേ, നിങ്ങളുടെ ഉള്ളത്തിൽ തോന്നുക എനിക്കൊന്ന് പോകണമെന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, കർത്താവ് നിങ്ങളെ ഉന്തുവാണ്. അങ്ങനെ ഉള്ളവർ മാത്രം വന്നാൽ മതി. കാര്യം മറ്റവർ വന്നാൽ പിന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒന്നും ശരിയല്ല, പിന്നെ ബുദ്ധിമുട്ട്, എല്ലാ പരാതികളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരാതി ഒന്നും വേണ്ട, സന്തോഷത്തോടെ വരിക. ആ കർത്താവ് നിങ്ങളെ നിറയ്ക്കുന്ന ദൈവമാണ്. യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങൾ മറക്കരുത്, എൻ്റെ യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് മുമ്പേ അവിടെ എത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഏറ്റവും ഫസ്റ്റ് വന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കസേര ഇരിക്കുന്നതിന് മുമ്പ് കസേരയൊക്കെ ഒന്ന് നിരത്തി ഇട്ടിട്ട് അവിടെയുള്ള സഹോദരന്മാർക്ക് കയ്യെ കൊടുത്ത് അവരെയൊക്കെ ഒന്ന് ബലപ്പെടുത്തുക. അപ്പുറത്തിരിക്കുന്ന സഹോദരി കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കണ്ണുനീരൊക്കെ തുടച്ചിട്ട് പറ, യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം തെസ്സലോനിക്ക സഭയെപ്പറ്റി കേട്ടതുപോലെ ബലപ്പെടുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് പിന്നെയും കാണാം, ഒരുമിച്ച് കൂടാം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നിങ്ങളുടെ സംശയങ്ങൾ, സഹോദരന്മാരും സഹോദരിമാരൊക്കെ ചോദിച്ച സംശയങ്ങൾ നമ്മുടെ ഓപ്പൺ വാട്സാപ്പാണ്, അതിലേക്ക് നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ എനിക്ക് പിന്നെയും വലിയ സന്തോഷകാര്യം. സംശയം ചോദിക്കുന്നത് നല്ലതാണ്, വളർച്ചയുടെ ഒരടിസ്ഥാനമാണ്. നമുക്ക് ഏറ്റുപറയാം, ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനം ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞാട്ടെ. ലഭിച്ചു എന്ന്